ഗലാത്യ ലേഖനം 5:22-23 വാക്യം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിന് വിരോധമായ എല്ലാ തടസ്സത്തെ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ, ദേശാധിപതികൾ, ഇരുട്ടിൻ്റെ ശക്തികൾ, കർത്താവെ, ഇന്ന് വ്യാപരിക്കുന്ന പട്ടണത്തിൽ വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും, സഭാരാധനയ്ക്കെതിരായിട്ട് വ്യാപരിക്കുന്ന എല്ലാ തടസ്സത്തെ ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. സ്പർശിച്ചു മാറ്റുകയാണ്. അത്ഭുതം ചെയ്യണം. അതിനെ താഴ്ത്തുന്നു. അടുത്ത രക്തത്തിൽ കഴിച്ചുദ്ധീകരണം, കൃപയിലും ജ്ഞാനത്തിലും പരിജ്ഞ നിറയ്ക്കണം. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ മന്ന ദൈവം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനങ്ങളുടെ മർമ്മങ്ങൾ, ആഴങ്ങൾ വെളിപ്പെടണം. ഏത് ആത്മാവിലാണോ എഴുതപ്പെട്ടത് അതേ ആത്മാവിൽ നിന്ന് സംസാരിക്കുവാൻ അടിയന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരുക്കണം. ആരും ഇതിനകത്ത് അലസ്യം ഇരിക്കാതെ ഈ ശബ്ദം കേൾക്കുന്ന, മന്ന TV-യിലൂടെ കേൾക്കുന്ന ദൈവമക്കൾ, മീഡിയ ടുഡേയിൽ കൂടെ കേൾക്കുന്ന ദൈവമക്കൾ, യൂട്യൂബിൽ കൂടെ കേൾക്കുന്ന ദൈവമക്കൾ, ഇന്ന് ലോകമെമ്പാടും, ഇവിടെ മാത്രമല്ല ഇന്ന് പല രാജ്യങ്ങളിൽ കേൾക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ചാനലിലൂടെ എല്ലാ സകലവരെയും അനുഗ്രഹിക്കണം. ഈ വചനം അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. എവിടെയാണോ നഷ്ടപ്പെട്ട സ്നേഹത്തെ ഇന്ന് തിരിച്ചു പിടിക്കത്തക്കവണ്ണം ദൈവകൃപ അവിടെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ താഴ്ത്തുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ച അറിയാം, ഗലാത്യ ലേഖനമാണ് വായിച്ചറിയാം. അതിൽ നമ്മൾ ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ പഠിച്ചു. ജഡത്തിൻ്റെ പ്രവൃത്തികൾ. ഇന്ന് നമ്മൾ ജഡത്തിൻ്റെ പ്രവൃത്തികളല്ല ഇന്ന് പഠിക്കാൻ പോകുന്നത്. ജഡത്തിൻ്റെ പ്രവൃത്തിയിൽ ശരിയും തെറ്റും പഠിക്കണം. ആത്മീയ ജീവിതത്തിൽ ശരി എന്താണ്, തെറ്റെന്താണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ തെറ്റിനെ കുറിച്ചൊക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും ധ്യാനിക്കാൻ ചിന്തിക്കുന്നതും ആത്മാവിൻ്റെ ഫലമാണ്. ആത്മാവിൻ്റെ ഫലം ഗലാത്യ ലേഖനം 5:22 മുതൽ നമ്മൾ 9 കാര്യങ്ങളാണ് ഇവിടെ വായിച്ചത്. 9 കാര്യങ്ങൾ. ഗലാത്യ ലേഖനം 5:23 വാക്യത്തിൽ പറയുന്നു ആത്മാവിൻ്റെ ഫലങ്ങൾ. അതിൽ ഒന്ന് സ്നേഹം. ആദ്യത്തെ സ്നേഹത്തെക്കുറിച്ച് പഠിക്കും. അതിനെക്കുറിച്ച് ഓരോന്നായിട്ട് നമ്മൾ പഠിക്കും. സന്തോഷം. ഇന്ന് ഏത് ഭാഗമാണ് നിൽക്കുന്നു അതനുസരിച്ച് സ്റ്റോപ്പ് ആവും. ഇത് തീരുന്നവരെ ഇന്ന് തീർന്നില്ല എങ്കിൽ അടുത്ത സെഷനിലേക്ക് നമ്മൾ ചിന്തിക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. സ്നേഹത്തെക്കുറിച്ച് ഗ്രീക്ക് വാക്കിൽ പറയുമ്പോൾ അഗപ്പ എന്നാണ് ഗ്രീക്ക് വാക്ക്. ഗ്രീക്ക് വാക്കിൽ സ്നേഹത്തിൻ്റെ വാക്കെന്ന് പറയുന്ന അഗപ്പ. റോമർ 5:5 വാക്യം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഇവിടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. യേശു ക്രിസ്തു പറഞ്ഞു, കർത്താവിൻ്റെ ഉയർത്തെഴുന്ന സ്വർഗ്ഗാരോഹണ സമയത്ത് തൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലതാണ്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിക്കുന്നു. എന്തുകൊണ്ടാണ്? സ്നേഹമുള്ളത് കൊണ്ടാണ്. ദൈവം തൻ്റെ മക്കൾക്ക് പോയപ്പോൾ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ പകരുവാനിട വന്നു. സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടു. എങ്ങനെ? ദൈവത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മുഖാന്തരം, സ്വർഗ്ഗാരോഹണ മുഖാന്തരം. ഇവിടെ നിന്ന് ഞാൻ പോയാൽ മാത്രമേ അടുത്ത ഒരാളുടെ വരത്തുള്ളൂ. ഇവിടെ നിന്ന് ഞാൻ പോകണം. ഞാനിവിടുന്ന് പോകുമ്പോൾ അടുത്ത ആൾ വരും. അതാരാ? പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. നമുക്ക് ധൈര്യവും ഉറപ്പും മുന്നോട്ട് പോകാൻ അത് സ്നേഹമുള്ളതാണ്. ഏറ്റവും വലിയ സ്നേഹമെന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്നേഹമാണ്. ഇന്ന് സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹം പലതിന് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് യേശുവിനെ തന്നെയാണ്. യേശുവിനെ സ്നേഹിക്കണം. യേശുവിൻ്റെ കൽപ്പന ഇഷ്ടപ്പെടണം. പ്രമാണം അനുസരിക്കണം. ദൈവ സ്നേഹത്തിൽ നമ്മൾ ആയിരിക്കണം. പൈതലെ ഹല്ലേലൂയ.
നമ്മൾ സ്തോത്രം പറഞ്ഞാട്ടെ, എല്ലാവരും സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങൾ ആലസ്യമായി ദൈവത്തെ സ്നേഹിക്കുവാൻ, ഇന്നലെ വരെ യേശുവിനെ സ്നേഹിച്ചില്ല എങ്കിൽ ഇന്ന് യേശുവിനെ സ്നേഹിക്കുവാൻ പഠിക്കണം. എൻ്റെ യേശുവിനെ സ്നേഹിച്ചാൽ ആമേ നിങ്ങൾക്ക് അടുത്ത ദൈവം തരുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവുള്ള കാര്യസ്ഥൻ നമ്മുടെ മേൽ വരും. പരിശുദ്ധാത്മാവുള്ള കാര്യസ്ഥമെന്ന് നമ്മളിന്ന് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാ പകർന്നിരിക്കുന്ന കൃപ സ്നേഹമുള്ളവർക്കെന്ന് പകരം യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് തരുന്നതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതാണ് അടുത്ത അന്യഭാഷ. ആമേ, സ്നേഹം അല്ലേ? യേശുവിനെ സ്നേഹിക്കുമ്പോൾ പരിശുദ്ധാത്മ വരും. ഈ പരിശുദ്ധാത്മ വരുമ്പോൾ നമുക്ക് അടുത്ത് തരുന്നു അന്യഭാഷ. അത് സ്നേഹമുള്ള സൗജന്യമാണ്. ഇത് തരുമ്പോൾ ദൈവത്തോട് സംസാരിക്കുന്നു. അന്യഭാഷ എന്ന് പറയുമ്പോൾ ദൈവത്തോട് സംസാരിക്കുന്നു. അതാ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നല്ലോ. പരിശുദ്ധാത്മാവിലാണ് നമ്മുടെ മേൽ സ്നേഹം പകർന്നിരിക്കുന്നത്. ആ സ്നേഹത്തെ നമ്മൾ ചെറുതാറ്റി കാണരുത്. ദൈവ പൈതലെ വലുതാറ്റി കാണണം. നീ ഇരിക്കുന്നതും നടക്കുന്നതും നിൽക്കുന്നതും പോകുന്നതും യാത്രയിലാക നിന്നെ നയിക്കുന്നത് ഒരുവനാണ്, പരിശുദ്ധാത്മാവാണ്. ആ സ്നേഹത്തിന്റെ കരങ്ങളിലായിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 13:1 മുതൽ 8 വരെയുള്ള വാക്യം. 1 കൊരിന്ത്യർ 13:1 മുതൽ വായിക്കാം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും, നിർത്തിവായി, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ഇവിടെ പറയുന്നത്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെ ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചിലമ്പോ കൈത്താളമോ അത്രേ. എന്നുവെച്ചാൽ അന്യഭാഷയിൽ സംസാരിച്ചാലും ദൈവത്തോട് സംസാരിച്ചാലും സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. അടുത്ത്, എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. നിനക്ക് എത്ര കൃപാവരങ്ങൾ ഉണ്ടായാലും ഭയങ്കര കൃപ. എനിക്ക് പ്രവചനവരമുണ്ട്. എനിക്കെന്താണ്? മർമ്മങ്ങളെ വെളിപ്പെടുത്താൻ പറ്റും. എനിക്ക് ജ്ഞാനമുണ്ട്. ഗ്രഹിച്ചാലും അടുത്ത മലകളെ, എൻ്റെ പ്രശ്നങ്ങളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടെങ്കിലും, പക്ഷെ എല്ലാത്തിനുപരിയായിട്ട് പറയുന്നു, സ്നേഹമില്ല എങ്കിൽ ഞാൻ ഒന്നുമല്ല. അവിടെയും നീ എത്ര വരങ്ങൾ നിന്റെ മേൽ ദൈവം തന്നാലും 9 കൃപാവരങ്ങളുണ്ട്. നിനക്ക് എത്ര 9 കൃപാവരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. സ്നേഹത്തെയാണ് കുഞ്ഞെ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്, സ്നേഹത്തെയാണ്. ആമേ, എത്ര വരമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നിനക്ക് കിട്ടേണ്ടതില്ല എങ്കിൽ നീ ഒന്നുമല്ല. ദൈവസനിൽ ഒന്നുമല്ല. എത്ര ഉന്നതനായാലും, എത്ര വലിയവനായാലും, എത്ര നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായാലും, നിന്റെ മേൽ സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ നീ ഒന്നുമല്ല എന്ന് തിരുവചനം വിളിച്ചു പറയുന്നു. അടുത്ത്, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹമില്ലാതെ നിങ്ങളുടെ സാധനം അന്നദാനം ചെയ്താലും നിങ്ങളുടെ ശരീരം ചൂടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് യാതൊരു പ്രയോജനവുമില്ല. ആമേ, ഹല്ലേലൂയ. നിങ്ങൾ സ്നേഹമില്ല എങ്കിൽ അന്നദാനം, നിങ്ങളുടെ ദാനം, ആഹാരം, സ്പോൺസർ, ചെയ്യുന്ന അനുഭവങ്ങൾ, നിങ്ങളുടെ മേൽ എന്ത് ചെയ്താലും, നിങ്ങൾ എത്ര നേർച്ചകൾ ചെയ്താലും സ്നേഹമില്ല എങ്കിൽ അടുത്ത് പറയുന്നു, നിങ്ങളുടെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാൽ പോലും
ആമേ അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല. ഹല്ലേലൂയ. ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനമില്ല. നമ്മൾ പ്രയോജനം എന്ന് പറയുമ്പോൾ അന്നദാനം നമുക്കൊരു പ്രയോജനമാണ്, മറ്റെല്ലാ പ്രയോജനമാണ്. എന്തു ചെയ്താലും എന്ത് കൊടുത്താലും അത് സ്നേഹം തന്നെ മുമ്പിൽ നിൽക്കേണ്ടി വരും. സ്നേഹത്തെയാണ് സ്വർഗം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന, സ്നേഹം തന്നെ. അടുത്ത വാക്യം ഒന്ന് വായിക്കാം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ചെയ്യുന്നു. സ്നേഹം ദീർഘമായി. എത്ര അസ്വസ്ഥപ്പെടുത്തിയാലും, എത്ര നമുക്കെതിരെ മുഖത്ത് ചെളിവാരി തേച്ചാലും സ്നേഹം അത് തന്നെയാണ്. ഹല്ലേലൂയ. സ്നേഹത്തിൻ്റെ മുമ്പിൽ സ്നേഹം തന്നെയാണ് അളക്കുവാൻ. ആമേ ഒരു വ്യക്തിയെ നോക്കുമ്പോൾ സ്നേഹവും, ആമേ ഒരു വ്യക്തി അടുത്ത് നിങ്ങളെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ സ്നേഹം തന്നെ ഉയർന്നിരിക്കണം എന്ന് പറഞ്ഞ പോലെ പണവും ഒരു വ്യക്തിയെയും ത്രാസിൽ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ആമേ നിങ്ങളുടെ പണമല്ല ഉയർന്നിരിക്കേണ്ടത്, നിങ്ങൾ തന്നെയാണ് ഉയർന്നിരിക്കേണ്ടത്. പലവരും പലതിനെയും വെച്ച് അളക്കാൻ നോക്കും. ആമേ ഇന്ന് സമ്പത്ത് വെച്ച് നോക്കും. ഇല്ല, ദൈവ പൈതലേ, ഉയർന്നിരിക്കേണ്ടത് സ്നേഹം തന്നെ. ഒരു തട്ടിൽ ഉയർന്നിരിക്കേണ്ടത് സ്നേഹം തന്നെയാണ്. താന്നിരിക്കേണ്ടത്, ഹല്ലേലൂയ, നിന്റെ പണവും മറ്റെല്ലാം താന്നിരിക്കുമ്പോൾ ഉയർന്നിരിക്കേണ്ടത് സ്നേഹം തന്നെയാണ്. ആമേ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർശിക്കുന്നില്ല. സ്നേഹം സ്പർശിക്കുന്നില്ല. സ്നേഹം സ്പർശിക്കുന്നില്ല. സ്നേഹം നിഗളിക്കുന്നില്ല. സ്നേഹം ഒരിക്കലും സ്നേഹം നിഗളിക്കുന്നില്ല. സ്നേഹം അടുത്ത പറയുന്നു. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അത് നിഗളനമല്ല. സ്നേഹം എന്ന് പറയുമ്പോൾ എപ്പോഴും ആ ഒരു താഴ്മയോടെ ക്രൂസിൽ കണ്ട സ്നേഹത്തെ നോക്കുമ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് പറയുവാൻ യേശുവിനെ മാത്രമേ കാണിക്കാൻ പറ്റൂ. ഇന്നൊരു മനുഷ്യനെ പോലും നമുക്കിടെ മുമ്പിൽ നിർത്താൻ പറ്റത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെയാണ് സ്നേഹം. ആ ക്രൂസിൽ വെച്ച സമയത്തും യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയ സമയത്തും ആമേ ഒരു വാക്കുപോലും മിണ്ടിയില്ല. അവൻ ദയയോടെ ഇരുന്നു, സ്നേഹത്തോടെ. നമ്മളായിട്ടായിരിക്കണമായിരുന്നു. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ, ഒരവസരം, ഒരു വീഴ്ച കണ്ടാൽ, ഒരാളെ പരാജയം കണ്ടാൽ നമ്മൾ അട്ടഹസിക്കും. നാടകത്തിൽ അട്ടഹസിക്കും പോലെ, ചില ബാലകളിൽ അട്ടഹസിക്കും പോലെ. ആമേ ഹാലേന്ദ്രൻ ഒരു മറ്റുള്ളവരെ വീഴ്ച കാണുമ്പോൾ അവിടെ ചിരിച്ചു കയറുന്നല്ല സ്നേഹം. ദൈവ പൈതലേ, ആമേ നമുക്കൊരിക്കലും മറ്റുള്ളവരെ വീഴ്ച കാണുമ്പോൾ ചിരിക്കരുത്. കാര്യം എന്താണ്? ആമേ പച്ച പ്ലാവല വീഴുമ്പോൾ പഴുത്ത പ്ലാവല ചിരിക്കും. തിരിച്ച് ആമേ ആ പ്ലാവല നാളെ പഴുക്കും. മനസ്സിലാക്കണം, നാളെ പഴുക്കും. അതിൻ്റെ അവസ്ഥ നാളെ വരും. ആരെയും വിധിക്കരുത്, ആരെയും വിധിക്കരുത്, ആരെയും നമുക്ക് പകരം കൊടുക്കരുത്. നമുക്ക് അവിടെ സ്നേഹത്തോടെ ആമേ നമുക്കെതിരായിട്ട് നിൽക്കുന്നവർക്ക് വീഴ്ച വരുമ്പോൾ നമ്മൾ പറയണം ഹല്ലേലൂയ. അവിടെ നമുക്ക് മറ്റുള്ളവരെ കണ്ട് സന്തോഷിക്കുന്നതല്ല, അതിൽ പങ്കു ചെയ്യുന്നതാണ് ഏറ്റവും സ്നേഹമെന്ന് പറയുന്നത്. നിങ്ങൾ ശത്രു ആരുമായിക്കോട്ടെ, ഈ ലോകത്ത് ആരുമായിക്കോട്ടെ, ദൈവമക്കൾക്കെതിരായിട്ടോ നിങ്ങൾക്കെതിരായിട്ടോ ശത്രുത്വമായി നിൽക്കുന്ന ശത്രുവിനെ പോലും ആമേ നമുക്ക് പ്രതികാരം ചെയ്യുവാൻ വകയില്ല. കാര്യമെന്ന് പ്രതികാരം ദൈവത്തിൻ്റെ വകയാണ്. പ്രതികാരം ദൈവം ചെയ്യും. നമുക്ക് പ്രതികരിക്കാനേ ഉള്ളൂ. എന്താണ്? പ്രാർത്ഥിച്ച് പ്രതികരിക്കുക. നമുക്ക് ദൈവമക്കൾക്കെതിരായിട്ട്, ദൈവഭവനങ്ങൾക്കെതിരായിട്ട് നിൽക്കുമ്പോൾ, ദൈവദാസന്മാർക്കെതിരായിട്ട് നിൽക്കുമ്പോൾ, ഇന്ന് മിഷണറിമാരെ എത്രയോ പരസ്യമായിട്ട് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ, പഞ്ചാബിൽ നിന്ന് ഒരു മിഷണറി അടിച്ചു ചതച്ചു ആമേ തകർത്ത അനുഭവങ്ങൾ യൂട്യൂബ് ചാനൽ വന്ന അനുഭവത്തിലേക്കും ആ മിഷണറി തിരിച്ച് പ്രതികരിച്ചിട്ടില്ല. കാര്യം എന്താണ്? എനിക്ക് പ്രതികരിക്കുന്ന ഒരുത്തനുണ്ട്, ഒരു ദൈവമുണ്ട്, ഒരു കർത്താവ് യേശു ക്രിസ്തുവിന് ഞാൻ പ്രതികരിക്കത്തില്ല. അവരെ ശപിച്ചില്ല, പ്രാപിയില്ല, ഞാൻ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. കാര്യമാണ് ആ ക്രിസ്തുവിന്റെ സ്നേഹം എൻ്റെ മേൽ കിടക്കുകയാണ്. ക്രിസ്തുവിന്റെ സ്നേഹം എൻ്റെ മേൽ ഉള്ളത് കൊണ്ട് ഞാനൊന്നും മിണ്ടില്ല. അതാണ് സ്നേഹം. കർത്താവിന് നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നും പറയണ്ട. ആമേ ഹല്ലേലൂയ. അവിടെ തിരിച്ച സ്നേഹത്തോടെ ദൈവനാമത്തിന് വേണ്ടി എന്ത് സഹിച്ചാലും, സുവിശേഷത്തിന് വേണ്ടി എന്ത് സഹിച്ചാലും, ദൈവ പൈതൽ നീ ദൈവത്തെ അറിഞ്ഞു, നീ എന്ത് സഹിച്ചാലും, നീ യേശുവിനെ നീ രക്ഷകനായി സ്വീകരിച്ചു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജീവൻ, ആമേ നീ ദൈവത്തിൻ്റെ ദൈവഭാഗത്ത് വരുമ്പോൾ നിന്നെ പരിഹസിക്കും, കളിയാക്കും. നീ ഒന്നും മിണ്ടണ്ട. അടുത്ത് അവരെ കൂടെ കൊണ്ടുവരുന്നുണ്ട് ദൈവം. ആമേ ഇന്ന് കളിയാക്കിയവനെയും പരിഹസിച്ചവനെയും ആമേ ഇന്ന് ഒരു വ്യക്തിയെ പോലും ദൈവം ഇടത്തില്ല. നമ്മൾ വെറുതെ വിടും. നമ്മൾ സ്നേഹിക്കുന്നവരെ അല്ല പരിഹസിച്ചുകൂടാ. ദൈവത്തെ പരിഹസിക്കുന്നവരെയും തള്ളി പറയുന്നവരെ പുച്ഛിക്കുന്നവരെയും നമ്മൾ തിരിച്ചു ഒന്നും പറയണ്ട. അവരെ സ്നേഹിച്ചാൽ മതി. ഒന്നും സ്നേഹിക്കാൻ പറ്റിയില്ല എങ്കിലും മിണ്ടാതെ പോകുക. നമ്മൾ വാ അടച്ചു വെച്ചാൽ ദൈവം വാ തുറക്കും. നമ്മൾ വാ തുറന്നാൽ ദൈവം വാ അടച്ചു വയ്ക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വാ തുറന്നാൽ ദൈവം വാ അടച്ചു വയ്ക്കും. നമ്മൾ വാ അടച്ചു വെച്ച ദൈവം വാ തുറക്കും. എഴുതിയിട്ടുമാണ്, മറക്കരുത്.
പ്രൈസ് ഹല്ലേലൂയ. കാര്യം എന്താണ്? നമ്മുടെ ദൈവം വായും മൂക്കും കണ്ണും ഉള്ള ദൈവമാണ്, അല്ലേ? ഊമ വിഗ്രഹമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ഒരു ഊമ വിഗ്രഹമല്ല. എനിക്ക് ഒരു കാര്യം പറയണം, നമ്മുടെ ഊമ വിഗ്രഹം അല്ല. നമ്മളൊരു ഊമ വിഗ്രഹത്തിന്റെ മുമ്പേ, പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു ദൈവത്തിന് മുമ്പ് യേശുവേ യേശുവേ എന്ന് വിളിക്കണ ഒരു വിഗ്രഹത്തിന് മുമ്പേ പിടിച്ച് തടവിടുന്ന ദൈവത്തെ അല്ല നമ്മൾ കാണുന്നത്. അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണിന്റെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് നീ വാ അടച്ചു വെച്ചാൽ അവൻ വാ നിനക്ക് വേണ്ടി തുറക്കും. ഉറപ്പാ, ഉറപ്പാ, അത് ഉറപ്പാണ്. ഹല്ലേലൂയ. അടച്ചു വൈ. മറ്റുള്ളവര് ചിലപ്പോ നമുക്കെതിരായിട്ട് ദോരായിട്ട് ചിലപ്പോൾ സാമ്പത്തികമുള്ളവരായിരിക്കാം, ചിലപ്പോൾ കഴിവുള്ളവരായിരിക്കാം, ചിലപ്പം ഭയങ്കര ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ അഹങ്കാരം വരുന്ന ഏറ്റവും കൂടുതൽ അഹങ്കാരത്തിന് കാരണം പണമാണ്. ഒന്ന് പണം, പിന്നെ വസ്തു, വീട്, ഇതൊക്കെ വരുമ്പോൾ മനുഷ്യൻ കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരുപാട് കർത്താവ് നിഗളനം വരരുത്. നിഗളനം നമുക്ക് അഹങ്കാരം വരരുത്. ദൈവം തരുന്ന നന്മ നിങ്ങൾ കണക്കെടുക്കരുത്. നിങ്ങളുടെ നന്മ നിങ്ങൾ എത്ര ഡിപ്പോസിറ്റ് ഉണ്ട്, എനിക്ക് എത്ര ആസ്തി ഉണ്ടെന്ന് ചിന്തിക്കുകയേ ചെയ്യരുത്. അത് ദൈവം ഈ ഭൂമിയിൽ ജീവിക്കാൻ തരുന്ന കാര്യങ്ങളാണ്. ഒരു മനുഷ്യൻ അഹങ്കരിക്കാൻ കാര്യം 10 പണമുണ്ട്, അവൻ്റെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അവൻ അഹങ്കരിക്കും. അവൻ 2 കാലിലല്ല പോകണം, പിന്നെ 4 കാലിലായിരിക്കും, പിന്നെ ഇങ്ങനെയല്ല പോകുന്നത്, പിന്നെ ഇങ്ങനെയായിരിക്കും നോക്കുന്നത്. അത് വേണ്ട. എത്ര ലക്ഷം രൂപ വസ്തു ഉണ്ടെന്ന് നിങ്ങൾക്ക് ദൈവം അറിഞ്ഞാൽ മതി, കണക്ക് പറയണ്ട. എത്ര ലക്ഷം രൂപ വണ്ടി പോകണമെന്നുള്ളത് ദൈവം അറിഞ്ഞാൽ മതി, മനുഷ്യൻ അറിയേണ്ട കാര്യമില്ല. കാര്യം എന്താ? ഇതൊക്കെ അറിഞ്ഞാൽ നിഗളനം കടന്നു വരും. ആമേ. നിഗളനം വന്നു കഴിഞ്ഞാൽ സ്നേഹം നഷ്ടപ്പെടും. മറ്റുള്ളവരെ കൂടെ നമ്മൾ വന്ന വഴികളെ മറന്നു പോകും, കയറി വന്ന വഴികൾ മറന്നു പോകും. ഹല്ലേലൂയ. എവിടെ നിഗളനം വന്നിട്ടുണ്ടോ, സ്നേഹത്തെ വിട്ട് സ്നേഹം നഷ്ടപ്പെട്ടു പോയ നിന്നെക്കുറിച്ചൊരു കുറ്റം പറയാനുണ്ട്. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയതൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ദൈവ പൈതലെ, ദൈവം നിന്നെ നോക്കി പരിശുദ്ധ പറയുന്നു, നിന്നുള്ള ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയതിലെ കുറ്റം നിന്നെ നോക്കി പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയുന്നുണ്ട്. ആദ്യ സ്നേഹം നിന്നോടുള്ള ആദ്യ സ്നേഹമുണ്ട്, അത് നഷ്ടപ്പെടരുത്. നിന്നെക്കുറിച്ചൊരു കുറ്റം, വേറെ ഒന്നുമല്ല ദൈവം പറയുന്നത്, ഒരു കുറ്റം. സ്നേഹം നഷ്ടപ്പെട്ടു പോയി. നന്മകളും അനുഗ്രഹങ്ങളും വരുമ്പോൾ നമുക്ക് നന്മ വരാം, സമ്പത്ത് വരും, വാഹനം വരും, വീട് വരും, നല്ല കല്യാണം, നല്ല പെൺകുട്ടിയെ കല്യാണം കഴിക്കാം, നല്ല കുഞ്ഞുങ്ങളെ കിട്ടും, ആമേ, എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടും. പക്ഷേ ഒരിക്കലും നമ്മുടെ സ്നേഹം നഷ്ടപ്പെടരുത്. സ്നേഹം നഷ്ടപ്പെടരുത്. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മുമ്പിൽ ആമേ നമ്മളെ ഉയർത്തി പിടിക്കേണ്ടത് നമ്മളെ പണമോ നമ്മുടെ സ്വർണങ്ങളോ നമ്മളെ വീടോ വാഹനമല്ല, നമ്മുടെ സ്നേഹമാണ് നമ്മുടെ മുഖത്ത് ഉയർന്നു നിൽക്കേണ്ടത്. ദൈവ പൈതലേ, നമ്മുടെ സ്നേഹം തന്നെയാണ് ഉയർന്നു നിൽക്കേണ്ടത്. എത്ര വില കൂടിയ വണ്ടിയിൽ നീ സഞ്ചരിച്ചാലും, എത്ര വില കൂടിയ ചുരിദാർ ധരിച്ചാലും, എത്ര കൂടിയ നീ സാരി ധരിച്ചാലും, എത്ര വില കൂടിയ കോട്ട് ധരിച്ചാലും, സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. നിങ്ങൾ അടുത്തിരിക്കുന്ന വ്യക്തിയെ, ഒരു പാവപ്പെട്ട അടുത്ത വ്യക്തി വന്നിരിക്കുമ്പോൾ ആമേ ഒരു സ്തോത്രം പറഞ്ഞ്, ഒന്ന് പരസ്പരം സ്തോത്രം പറഞ്ഞ് നിങ്ങളെ സ്നേഹം കൊടുത്തായിരുന്നോ? ആമേ ഹല്ലേലൂയ. എല്ലാവരും സ്നേഹങ്ങൾ പരസ്പരം കൈകൊടുത്ത്, അതാണ് ആത്മീയ സ്നേഹം. സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, സ്പർശിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല. ആമേ ഹല്ലേലൂയ. അടുത്ത പറയുന്നു, അയോഗ്യമായി ഒന്നും നടക്കുന്നില്ല, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. എന്തെല്ലാം കാര്യങ്ങൾ? സ്വാർത്ഥത, ആമേ, മറ്റുള്ള സ്വാർത്ഥ, ദേഷ്യം. സ്നേഹമുണ്ടെങ്കിൽ ആമേ ആമേ ഹല്ലേലൂയ. എവിടെയും സ്നേഹം എപ്പോഴും ആമേ ആമേ. എന്തെങ്കിലും കുറയുമ്പോഴുള്ള ദേഷ്യങ്ങൾ ഇല്ല. സ്നേഹത്തിൻ്റെ മുമ്പിൽ ആമേ സകലതും സലണ്ടർ പറയത്തക്ക വേണം. ക്രൂശിലെ ദൈവം ആമേ സകലത്തിൻ്റെ തൻ്റെ മക്കളെ സ്നേഹിച്ചത് കൊണ്ട് അവൻ കാൽവരിയിൽ സകല വേദനയും ഏറ്റു. ക്രൂശിൽ പടഞ്ഞ സമയത്തും യേശുവിൻ്റെ ക്രൂശീകരണ സമയത്തും ആമേ ആമേ വരാൻ പോകുന്ന അനുഭവത്തെ തൻ്റെ മക്കൾ അധികം സ്നേഹിച്ചത് കൊണ്ടും തൻ്റെ കുഞ്ഞുങ്ങൾ അധികമായി സ്നേഹിച്ചത് കൊണ്ടാണ് കർത്താവ് ക്രൂശിൽ ഏറിയത്. ആ ക്രൂശിൽ പടഞ്ഞ സമയത്തും വേദന കൊണ്ട് പുളഞ്ഞ സമയത്തും ആമേ എന്നെ ഒന്നുകൂടെ അവത്ത് വിട്, അല്ല ഞാനിവിടെ നിന്ന് ഇറങ്ങി പോട്ടെ എന്ന് പറഞ്ഞില്ല. ഞാൻ സഹിക്കുവാൻ തയ്യാറാ, ഈ വേദന സഹിക്കാൻ ഞാൻ തയ്യാറാണ്. കാര്യം എന്താണ്? എൻ്റെ സ്നേഹം നിത്യമാണ്, എൻ്റെ സ്നേഹം വലുതാണ്. യേശു വിളിച്ചു പറഞ്ഞാൽ എൻ്റെ സ്നേഹത്താൽ എൻ്റെ മക്കളെ വീണ്ടെടുക്കും. സ്നേഹത്താൽ രക്തം ചൊരിഞ്ഞു. യേശുവിൻ്റെ രക്തം സ്നേഹമുള്ളത് കൊണ്ടാണ്, അവൻ്റെ രക്തം വിലയേറിയ രക്തം കൊണ്ടാണ്
നമ്മളെ വീണ്ടെടുത്തത് സ്നേഹമുള്ളത് കൊണ്ടാണ്. യേശുവിന് സ്നേഹമില്ല എങ്കിൽ യേശുവിന് ചെയ്യേണ്ട കാര്യമില്ല. യേശു നഷ്ടപ്പെട്ട പയ്യ, നമ്മൾ നഷ്ടപ്പെട്ടു പയ്യ, നമ്മൾ വീണുപോയി അടുത്തെന്നും തൻ്റെ സ്നേഹം കൊടുത്തു. ആമേ ക്രൂശിൽ കയറി, ആമേൻ അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു, ഉടയപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത് സ്നേഹമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ആ സ്നേഹം ഒരിക്കലും എന്താണ് സ്വാർത്ഥത, ഒന്ന് സ്വാർത്ഥത, ദൈവ ദേഷ്യം, ഈ ചിന്തകൾ, നിഗളനം, ഇതൊന്നും വരാതെ ദൈവസ്ഥലം ഉയർത്തെഴുന്നേറ്റ സമയത്തും സ്നേഹത്തോടെ ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടുവാനുണ്ടോ? ശിഷ്യന്മാരെ വിളിച്ച കുഞ്ഞുങ്ങളെ, അടുത്ത ശിഷ്യന്മാരെ വിളിച്ച കുഞ്ഞുങ്ങളെ കൂട്ടുവാനും വല്ലമുണ്ടോ? കടപ്പുറത്ത് നിന്ന് കൂട്ടുവാനും വല്ലമുണ്ടോ? സ്നേഹത്തോടെ ശിഷ്യന്മാർ വന്ന സമയത്തും ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയി. യേശുവിനെ ക്രൂശിക്കുന്ന സമയത്തും പിന്നെ അറിയില്ല, അവരെ ജോലിയെടുത്ത് തിരിച്ചവരെ ജോലിയിലേക്ക് മടങ്ങിപ്പോയി, മീൻ പിടിക്കാൻ പോയി. ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയ സമയത്തും കർത്താവ് രാവിലെ പ്രഭാതൽ ഉണ്ടാക്കി വെച്ച് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കി വെച്ചും കൊണ്ട് അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് തീക്കല്ലിനെ കൂട്ടിയിരിക്കുകയാണ്. എന്താണ് അത് കൊണ്ടുവന്ന് ഇതും കൂടെ മീനൂടെ റെഡിയാക്കി കൊടുക്കണം. സ്നേഹമുള്ളത് കൊണ്ടാണ്. മക്കൾ വരുമ്പോൾ അപ്പൻ ആഹാരമുണ്ടാക്കി കാത്തിരുന്നു. ഹല്ലേലൂയ. ആഹാരം ഉണ്ടാക്കി വെയിറ്റ് ചെയ്ത് സ്നേഹമുള്ളത് കൊണ്ടാണ്. ദൈവപൈതലേ, അടുത്ത വായിക്കാം, 6-ാം വാക്യം. സ്നേഹം അനീതിയിൽ സന്തോഷിക്കാതെ. നോക്കണം, സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ സന്തോഷിക്കുന്നു. ഒരിക്കലും അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. സത്യത്തിൻ്റെ കൂടെ മാത്രമേ നിൽക്കാവൂ. ദൈവമക്കളെ, അനീതി ആര് ചെയ്താലും അനീതി തന്നെ പറയുവാൻ കൃപ. ആര് തെറ്റ്, മക്കൾ തെറ്റ് ചെയ്താലും, ഭർത്താവ് തെറ്റ് ചെയ്താലും, ഭാര്യ തെറ്റ് ചെയ്താലും, നിങ്ങൾ ആര് തെറ്റ് ചെയ്താലും മൂടി നിൽക്കല്. അനീതിയിൽ സന്തോഷിക്കരുത്. സത്യത്തിൻ്റെ കൂടെ നിൽക്കാവൂ. സത്യത്തിൻ്റെ കൂടെ മാത്രമേ നിൽക്കാവൂ. അത് സത്യത്തിൻ്റെ കൂടെ മാത്രമേ നിൽക്കാവൂ. നിങ്ങൾ അനീതിയിൽ സന്തോഷിക്കരുത്. ഒരാൾ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരാൾ ഒരു മോഷണം ചെയ്തു, നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്കും കുറച്ച് തരികയാണ്. എന്താണ്? പറഞ്ഞു കൊടുക്കാതിരിക്കാൻ. അല്ലേ? ഒരുത്തന്ന് ഒരു മോഷണം നടക്കുകയാണ്. ഈ മോഷണം നടക്കുന്ന സമയത്ത് നിങ്ങൾ യാദൃച്ഛമായിട്ട് കണ്ടു, നിനക്കും കുറച്ചിരിക്കട്ടെ എന്നും പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതല്ല. അത് അനീതിയാണ്. ആ ദൈവഹിതമില്ലാതെ കയ്യിൽ വരുമ്പോൾ അതിന് കൂട്ടു നിൽക്കരുത്. അത് സ്നേഹമല്ല. അതിനകത്ത് വരുന്നത് ജഡത്തിൻ്റെ സ്വഭാവമാണ്. ജഡത്തിൻ്റെ സ്വഭാവത്തിലല്ല നിൽക്കേണ്ടത്. അനീതിയിലല്ല, സത്യത്തിൽ നിൽക്കണം. സത്യത്തിൽ സന്തോഷിക്കണം. എല്ലാം പൊറുക്കുന്നു. നിങ്ങളെല്ലാം പൊറുക്കണം. ഈ ലോകത്തെ ജീവിതത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക് ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാം ക്ഷമിക്കുവാനും എല്ലാം പൊറുക്കുവാനും ഒരു കൃപ നമുക്ക് വേണം. മനുഷ്യരോട് നമുക്ക്, ദൈവജനമേ, നിൻ്റെ മക്കളോട്, നിൻ്റെ കുടുംബത്തിനോട് നമുക്ക് സ്നേഹിക്കുവാൻ, പൊറുക്കുവാൻ ഒരു മനസ്സ് വേണം. എനിക്ക് മറ്റൊരു സ്നേഹിക്കുവാൻ, ദൈവമക്കളെ സ്നേഹിക്കുവാൻ, ദൈവജനത്തെ സ്നേഹിക്കുവാൻ, നിന്റെ സഭയെ സ്നേഹിക്കുവാൻ, എല്ലാത്തിനുപരിയായിട്ട് യേശുവിനെ സ്നേഹിക്കണം. ഇന്ന് നിങ്ങൾക്ക് യേശുവിനെ സ്നേഹിക്കാൻ ഒരു ഹൃദയം നിങ്ങൾക്ക് തരണം. യേശുവിനെ സ്നേഹിക്കണം. ഇന്ന് പറ, ഇതുവരെ യേശുവിനെ സ്വീകരിച്ചില്ല, യേശുവിനെ ഞാൻ വീണ്ടെടുത്തില്ല, എൻ്റെ ഹൃദയത്തിനകത്ത് യേശുവിന് താമസിക്കാൻ ഇടം കൊടുത്തില്ല എങ്കിൽ ഇന്ന് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് യേശുവിന് താമസിക്കും ഇടം കൊടുക്കണം. ഞാൻ ചോദിക്കുകയാണ്, സിസ്റ്ററെ, നിങ്ങളിങ്ങനെയാണ് യേശു, പിന്നെ ഞാൻ യേശുവിനെ തന്നെയാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഞാൻ വീട്ടിൽ പോയ യേശുവിനെയാണ്, പോകുന്നിടത്ത് യേശുവിനെയാണ്. എന്തെങ്കിലും വിഷയമായി നിൽക്കുമ്പോൾ അറിയാം, 10 കൂടിനടുത്ത് അറിയാം, അവൻ്റെ ബാക്കിൽ നിൽക്കും ഒളിച്ചും പതുങ്ങി. അതല്ല സ്നേഹം. 10 നിൽക്കുമ്പോൾ അന്തസ്സായിട്ട് യേശുവിനെ ഉയർത്തുന്നതാണ് സ്നേഹം. കുഞ്ഞേ, ഒരു കൂട്ടർ പറയും, ഞങ്ങളുടെ സാഹചര്യം ഒന്നും സാറിന് അറിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാവില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒന്നേ പറ്റൂ. അത് കപട സ്നേഹമെന്ന് വിളിച്ച് പറയും. അത് കള്ളസ്നേഹം, കപട സ്നേഹമാണ്. നീ ദൈവത്തെ വഞ്ചിക്കുകയാണ്. കുടുംബത്തിനകത്ത് ഉയർത്തുന്നതാണ് യഥാർത്ഥ സ്നേഹം. ആദ്യം നീ ഉയർത്തേണ്ട കുടുംബത്തിനകത്ത് ഉയർത്തണം. നീ കരയെ കിടന്നുകൊണ്ട് മീനെടുത്തിട്ട് മകൾ പിടയ്ക്കുമല്ല, ഈ വരാലിടന്ന് പിടച്ചിട്ടുണ്ട്. വരാല് കിടന്നുകൊണ്ടാ എത്ര മണിക്കൂർ എന്നാലും വരാല് ചാവില്ല. ഇങ്ങനെ പിടച്ചിലാണ്. പക്ഷെ ഈ പിടച്ചിൽ ആത്മീയൽ എന്തെന്നാ ഇല്ലേ? അത് വരില്ല. അത് മാത്രം പറയരുത്. ഞങ്ങൾക്ക് അത് മാത്രം, ആ ചങ്കൂറ്റം, ഈ വരാല് കാണിക്കുന്ന ചങ്കൂറ്റമെങ്കിലും കാണിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ സ്ത്രീ എന്ന് ഞാൻ സമ്മതിക്കും. അങ്ങനെയാണെങ്കിൽ പുരുഷനാണെന്ന് സമ്മതിക്കും. അല്ലെങ്കിൽ നീ സ്ത്രീയുമല്ല പുരുഷനുമല്ല. യേശുവിന് അഭിമാനത്തോടെ നിന്റെ കുടുംബത്തിനകത്ത്
അവരാരും ഏത് ഭാഗത്തെപ്പെട്ട അന്തസ്സായിട്ട് ഉയർത്തുവാൻ നിനക്കൊരു അന്തസ്സുണ്ടാവണം. ഹല്ലേലൂയ. യേശുവിനെ യേശു എന്ന് പറയാൻ, എൻ്റെ യേശുവാണ്. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറ, എൻ്റെ യേശുവാ, എൻ്റെ അപ്പനാ. ഇത് നെഞ്ചിൽ വെക്കുമ്പോൾ തന്നെ പറയൂല, ഇങ്ങനെ വെക്കേ ഉള്ളൂ, കൈ അടുത്ത് വരൂല. കാര്യം എന്താണ്? അവിടെ വേറെ സ്ഥാനത്ത് കിടക്കുക. വേറെ സ്ഥാനത്ത് കിടക്കണോണ്ട് അത് വെക്കാൻ ബുദ്ധിമുട്ടാ. ഇല്ല, നീ യേശുവിൻ്റെ സ്നേഹത്തെയാണ് ഏറ്റവും നമ്പർ 1 ഒന്നാം സ്ഥാനം യേശുവിന് കൊടുക്കുമെങ്കിൽ നിന്നെ ഒന്നാം സ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുവരും. നീ യേശുവിനെ എവിടെയൊക്കെ ഒതുക്കാൻ നോക്കുമോ അവിടെ എല്ലാം ശത്രു നിന്നെ ഒതുക്കും, ഉറപ്പാണ്. ആമേ, ഹല്ലേലൂയ. തിരുവനന്തപുരം പട്ടണത്തിൽ പുത്രിക്കണ്ടത്ത്, ഇന്ന് തിരുവനന്തപുരം സിറ്റിക്കകത്ത് കരലായ ഭാഗം, ജാതികളിടയിൽ തിരുവനന്തപുരം ട്രിവാൻഡ്രം സിറ്റിക്കകത്ത്, തിരുവനന്തപുരം എല്ലാവർക്കും അറിയാം. ലോകരാജ്യം ചാനൽ കേൾക്കുന്ന ദൈവമക്കളെ, യൂട്യൂബിൽ കേൾക്കുന്ന ദൈവമക്കളെ, ചാനൽ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരം പുത്രിക്കണ്ടം എല്ലാവർക്കും അറിയാം. അവിടെ അഭിമാനത്തോടെ 3 പ്രാവശ്യം ഞാൻ യേശുവിനെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് എന്നെ ഉയർത്തിയിട്ടുണ്ട്. ആമേ. ജാതിയിൽ നിന്ന് വന്നവനാ, ജാതിയിൽ നിന്ന് വന്നവനാ. എൻ്റെ യേശുവിൻ്റെ സ്നേഹം എന്നിൽ വന്നപ്പോൾ എനിക്ക് ഒറ്റ ആത്മഭാരമേ ഉള്ളൂ. എൻ്റെ ഉറക്കത്തിനിടയിൽ ദൈവാത്മാവ് എന്നോട് ചോദിച്ച ഒറ്റ ചോദ്യം, മോനെ, നിന്നെ അനുഗ്രഹിച്ചു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? മോനെ, നിന്നെ ഞാൻ അനുഗ്രഹിച്ചു, ഞാൻ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, എനിക്ക് എൻ്റെ യേശുവിനെ ഉയർത്തുക. ഇന്നും അത് തന്നെയാണ്. അഭിമാനത്തോടെ പറയാ, ഉണ്ടോ ഇല്ലെന്നുള്ളതല്ല. ഈ തീരുമാനം എടുത്തും കൊണ്ട് നമ്മൾ ഇറങ്ങുമെങ്കിൽ എൻ്റെ യേശുവിനെ മറ്റുള്ളവർക്ക് അഭിമാനത്തോടെ സ്നേഹത്തിലേക്ക് തകർന്നു കിടക്കുന്ന കൊടുക്കുവാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ നീ ദൈവത്തെ ചുമന്നാൽ നിന്നെ ദൈവം ചുമക്കും, ഉറപ്പാണ്. നീ ദൈവത്തെ ചുമന്നാൽ, നീ മഹത്വത്തെ ചുമന്നാൽ ദൈവം നിന്നെ ചുമക്കുമാറാകും. നീ വീഴത്തില്ല, നീ ഒരിക്കലും വീഴത്തില്ല. കാര്യം എന്താണ്? നീ അഭിമാനത്തോടെ ദൈവത്തെ ചുമക്കണം, നീ സ്നേഹത്തോടെ യേശുവിനെ ചുമക്കണം. ഇരുമനസ്സോടെ ചുമക്കരുത്. യേശുവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവിലും പൂർണ്ണമായ സത്യത്തിലും ആത്മാവിലും നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്നെ ദൈവം ചുമക്കും. നീ ഒറ്റയ്ക്കാവത്തില്ല, നീ ഒറ്റയ്ക്കായിരിക്കില്ല. നിന്റെ പ്രാർത്ഥന കേൾക്ക്. പലരും പറയും, എൻ്റെ പ്രാർത്ഥന മാത്രം കേൾക്കുന്നില്ല. ഇവിടെ പറഞ്ഞ എല്ലാവരെയും പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും അത്ഭുതം നടക്കുന്നു. ഇവിടെ മാത്രമല്ല, കഴിഞ്ഞ ദിവസം കേട്ട വിടുതലൊക്കെ ആണെങ്കിൽ അവരോട് ഒന്ന് പറയട്ടെ. ഇന്ന് രാത്രി വേണം ഞാൻ അവിടെ വരും, വരട്ടെ. സാക്ഷികൾ ഞാൻ പറയുന്നതിനെക്കാട്ടിലും ഇവിടെ വന്ന് സാക്ഷി പറയട്ടെ. ഇന്ന് അത്ഭുതങ്ങൾ ഇവിടെ മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ യേശുവിനെ യേശുവായിട്ട് കൊടുത്തത് കൊണ്ടാണ് അവിടെ വീര്യപ്രവൃത്തികൾ നടക്കുന്നത്. യേശുവിനെ സ്നേഹിക്കണം. നിന്റെ ഹൃദയത്തിനകത്ത് യേശുവിന് വസിക്കുവാൻ നീ സ്ഥലം കൊടുക്കണം, യേശുവിന് പ്രാധാന്യം കൊടുക്കണം. നിന്റെ കുഞ്ഞുങ്ങളെക്കാട്ടിലും, നിന്റെ സഹോദരങ്ങളെക്കാട്ടിലും, ബന്ധുക്കളെ ചേർച്ചയെക്കാട്ടിലും, നിന്റെ കൂടപ്പുറപ്പിനെക്കാട്ടിലും, നിന്റെ ഭർത്താവിനെക്കാട്ടിലും, നിന്റെ ഭാര്യയെക്കാട്ടിലും എല്ലാത്തിനുപരിയായിട്ട് നിന്റെ ഹൃദയത്തിൽ വസിക്കുവാൻ യേശുവിനൊരു സ്ഥാനം കൊടുക്കുമെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു. അതാണ് സ്നേഹമെന്ന് പറയുന്നത്. യേശു നിന്നിലൂടെ യേശുവിനെ കാണണം. യേശുവിനെ എങ്ങനെ കാണണം? എന്നിലൂടെ യേശു കാണണം, നിങ്ങളിലൂടെ യേശു കാണണം. ഇവിടെ ഒരു ആമേ നിൽക്കുമ്പോൾ ഒരു യേശു, അവിടെ നിൽക്കുമ്പോൾ മറ്റൊരു യേശു ആയിട്ടല്ല. നീ എവിടെ പോയാലും യേശുവിൻ്റെ സ്നേഹം നിന്റെ മുഖത്ത് വെളിപ്പെടത്തക്കവണ്ണം, യേശുവിനെ ചിരിച്ചുകൊണ്ട് പറയത്തക്കവണ്ണം, ഏത് കാര്യവും ആമേ ചിരിച്ചുകൊണ്ട് എടുക്കത്തക്കവണ്ണം ആ സ്നേഹം പകരുവാനാ ദൈവന്റെ സ്നേഹം തന്നെ. എത്ര പേർക്ക് അത് കഴിയും? ആ സ്നേഹത്തെ സ്വീകരിക്കുവാൻ. ഈ സ്നേഹവാനായ യേശുവിനെ, ഈ യേശുവിൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ വരാത്തത്? എൻ്റെ യേശു സ്നേഹവാനല്ലേ, യേശു ക്രൂരനൊന്നുമല്ല. എൻ്റെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് പറയുമ്പോൾ 2 പല്ലും ഇങ്ങനെ നിൽക്കുന്നതിനൊക്കെ എല്ലാവർക്കും ഇഷ്ടം. 2 പല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നതും, കഴുത്തിനകത്ത് ഇങ്ങോട്ട് നിൽക്കുന്നതും, ഈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. എൻ്റെ യേശു അങ്ങനെയാണ് വന്നത്. സകല മഹത്വവും സ്വർഗത്തിൽ വെച്ച് അവൻ ദൈവത്തിൻ്റെ രൂപീകരിക്കൽ എല്ലാം മാറ്റിവെച്ച് ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്നില്ലയോ? മനുഷ്യനിൽ മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന ഈ ദൈവത്തെ നിന്റെ അടുക്കിലേക്ക് യേശു ഇറങ്ങി വന്നപ്പോ
മനുഷ്യനായിട്ട് ഇറങ്ങി വന്നപ്പോൾ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് ഏതിനാണ് ഇഷ്ടം? 2 പല്ലും അല്ലേ, 2 കൊമ്പും ഇല്ലെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കെട്ടി തൂക്കും. 2 കൊമ്പും 2 പല്ലും കുറെ നഖവും വലിച്ചു കയറാൻ പറ്റിയ. ഇന്ന് സ്ത്രീകളും നഖം വളർത്താറുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. മനസ്സിലായോ? നഖങ്ങൾ വളർത്തുമ്പോൾ ഇത് കണ്ടാണ്. സൂക്ഷിച്ചൊക്കെ അടുത്ത് കിടന്നു കാണണം. നേരം വെളുക്കുമ്പോൾ ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ആമേ, പ്രൈസ് ദി, ഹല്ലേലൂയാ. ഇതൊന്നും ആമേ, ഹല്ലേലൂയാ. യേശുവിനെ സ്നേഹിക്കുവാൻ യേശു ഒന്നാണ് സ്നേഹവാനല്ലേ, അത്ഭുത മന്ത്രിയല്ലേ. അവനെ സ്നേഹിക്കാൻ എന്താ കുറവ്? ഞാൻ കേട്ട യേശുവിനെ സ്നേഹിക്കുവാൻ കഴിയാത്തത് നിങ്ങൾക്ക് എന്തുകൊണ്ട്? യേശുവിന് എന്തെങ്കിലും കുറവുണ്ടോ? യേശുവിന് എന്തെങ്കിലും കുറവുണ്ടോ? പക്ഷേ ഒരു കുറവ് നിങ്ങൾ പറയും, യേശു ക്രിസ്ത്യാനിയായതുകൊണ്ട് ഞങ്ങൾക്ക് വിട്ടുവരാൻ പറ്റണില്ല. യേശു ക്രിസ്ത്യാനി എന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? യേശു ക്രിസ്ത്യാനി എന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? ബൈബിളിൽ ഒരു ക്രിസ്ത്യാനി യേശു ഇതിൽ അവൻ രാജാതി രാജനാണ്, രാജാക്കന്മാരുടെ രാജാവാ. അവൻ ഇമ്മാനുവേലാണ്, അവൻ ശാലോമാണ്. ഹല്ലേലൂയ. യേശു ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു കുലത്തിൻ്റെയോ ദൈവമല്ല, അവൻ സകലത്തിൻ്റെ ദൈവമാണ്. യേശു ഒരു ജാതികൾ ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളൊരു ദൈവമല്ല യേശു. പക്ഷെ യേശു പറയുന്നത് സ്നേഹമാണ്. നിങ്ങളെല്ലാം ക്ഷമിക്കണം, നിങ്ങൾ നേരെ ചെയ്യണം, പാപം ചെയ്യരുത്. പക്ഷെ ഇത് പറയും, യേശുവേ നീ അത് മാത്രം പറയരുത്, അത് മാത്രം. എനിക്ക് അതുകൊണ്ടാണ് ഇഷ്ടപ്പെടും. യേശുവിനെ ഇഷ്ടപ്പെടാത്ത ഒരു ഭാഗം ആൾക്കാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പാപം ചെയ്യാൻ പറ്റൂല, മദ്യപിക്കാൻ പറ്റത്തില്ല, മറ്റുള്ള പരിപാടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് യേശുവിനെ ഇഷ്ടമില്ല. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആരെയും തട്ടിയെടുക്കാനോ പിടിച്ചു പറിക്കുവാനോ മോഷണങ്ങൾ അല്ലേ, ഇതൊന്നും യേശു ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. അത് പറഞ്ഞത് കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് യേശുവിന് ഇഷ്ടമില്ല. ഹല്ലേലൂയ. യേശു കൽപ്പന കൊടുത്തു, പ്രമാണം കൊടുത്തു. പക്ഷേ പ്രമാണമൊക്കെ ഇരിക്കട്ടെ, ഞങ്ങൾക്ക് അതൊന്നും ആവശ്യമില്ല, ഞങ്ങൾ ഇഷ്ടത്തിനെ ഞങ്ങൾ ചെയ്യില്ല. യേശുവിനെ നിനക്ക് സ്നേഹിക്കുവാൻ ഒരു ഹൃദയം വേണം കുഞ്ഞെ. ആമേ, നീ യേശുവിനെ സ്നേഹിച്ച് അറിയേണ്ട സത്യത്തെ അറിഞ്ഞില്ല എങ്കിൽ അവസാനം ന്യായാസനത്തിനു മുമ്പിൽ ആമേ, അവനവൻ വിതയ്ക്കുന്നത് അവനവൻ ജഡത്തിൽ വിതയ്ക്കുന്ന ജഡത്തിലും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ എടുക്കത്തക്കവണ്ണം ഒരു ന്യായാസനത്തിനു മുമ്പേ ഞാനും നീയും നിൽക്കേണ്ടി വരും. ഒരു ദിവസം നിൽക്കേണ്ടി വരും. ഇന്ന് നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, ഇന്ന് ഈ ചാനലിലൂടെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് യേശുവിനെ സ്വീകരിക്കണം. ഇന്ന് USA നിന്നുള്ള സഹോദരനെ വിളിച്ചു. USA നിന്നുള്ള അവർ പറഞ്ഞു, ഞാൻ യേശുവിനെ സ്വീകരിക്കാൻ പോകുന്നു, എൻ്റെ ഹസ്ബൻഡ് സ്വീകരിക്കുന്നില്ല. ബ്രദർ പ്രാർത്ഥിക്കണം, ആമേ പ്രാർത്ഥിക്കണം, എനിക്ക് യേശുവിനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നു. സിസ്റ്ററെ, ഒരുമിച്ച് സ്നാനപ്പെട്, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. അവർ ആമയെ അന്യഭാഷയിൽ ആരാധിക്കുന്നു. സ്നാനപ്പെടൽ ഭയങ്കര അഭിഷേകം. ഞാനിവിടെ ഒരു വാക്ക് പറയുമ്പോൾ അവരെടുത്ത് പറയും, ചില മിനിറ്റുകൾ ഞങ്ങൾ അന്യഭാഷ ആരാധിക്കും. USA ഹല്ലേലൂയ, ആമേ, ഹല്ലെ. കാര്യം എന്താണ്? അടുത്ത സ്നാനത്തിന് വേണ്ടി അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പലരും കാര്യം എന്താണ്? എനിക്ക് യേശുവിനെ വേണം, എനിക്ക് യേശുവിനെ വേണം. എൻ്റെ അപ്പനായിട്ട്, അമ്മയായിട്ട്, എൻ്റെ സഹോദരനായിട്ട്, എൻ്റെ സകലത്തിലുമായി യേശുവിനെ എനിക്ക് വേണം. യേശുവിനെ സ്വീകരിക്കേണ്ടവണ്ണം സ്വീകരിച്ചാൽ, നിന്റെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കുമെങ്കിൽ യേശുവിനെ നീ മാറ്റി നിർത്തരുത്. ആ യേശുവിനെ സ്നേഹത്തെ നീ വലുതായിട്ട് കാണണം. യേശുവിനെ നീ ഒന്നാം സ്ഥാനം കടന്നു പോകുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ വരത്തില്ല. നിന്റെ ജീവിതത്തിൽ യേശു ഉണ്ടെങ്കിൽ പരാജയം വന്നാലും അവൻ വിജയിപ്പിക്കും. ഇപ്പോൾ യേശുവിനെ ഞാൻ പരാജയം വരില്ല എന്ന് പറയാൻ പറ്റത്തില്ല. യേശു ഉണ്ടെങ്കിലും പരാജയം വരും, വന്നാലും വിജയിപ്പിക്കും. തോടി വന്നാലും വിജയിപ്പിക്കുന്നൊരു ദൈവം. ആമേ, ഹല്ലേലൂയ. അതാണ് സ്നേഹം, ഒരു നാളും ഉതിർന്നു പോകുന്നില്ല. നിങ്ങൾ വായിച്ച ആ ഭാഗം, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകയില്ല. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകത്തില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും. അത് നോക്കണം, സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുന്നില്ല.
പ്രവചനപരം അത് നീങ്ങിപ്പോകും. ഭാഷാവരമോ അത് നിന്നുപോകും. ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. എല്ലാ വരങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ 9 വരങ്ങളുണ്ടെങ്കിലും എല്ലാം പോകും. പക്ഷെ സ്നേഹം മാത്രം പോകത്തില്ല. സ്നേഹം മാത്രം. യേശുവിനെ തകർന്ന സമയത്തും ക്രൂശിൽ വെച്ച് തകർത്ത അനുഭവങ്ങളിലും ആ ക്രൂശിക്കട്ട സമയത്തും യേശുവിൻ്റെ സ്നേഹം നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു അല്ലേ? യേശുവിനെ അവസാനം നിമിഷങ്ങളിലൊക്കെ വന്ന സമയത്തും ആ ക്രൂശിയുടെ സമയത്തും തൻ്റെ മക്കളോടുള്ള സ്നേഹത്തെ അവൻ മുറുകെ പിടിക്കാമെങ്കിൽ നമുക്ക് മുറുകെ പിടിക്കാം. യേശുവിൻ്റെ അടുക്കലേക്ക് ഒന്ന് വരാ. ആ സ്നേഹത്തെ ഒന്ന് മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക്, ആ ക്രൂശിൻ്റെ അടുത്തിലേക്ക് നിങ്ങൾക്കൊന്ന് വന്നാട്ടെ. നിങ്ങളുടെ മനസ്സുകൊണ്ട്, നിങ്ങളുടെ ശരീരം കൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് ഒന്ന് വന്നാട്ടെ. യേശുവിൻ്റെ സ്നേഹത്തെ വലുതായിട്ട് കാണണം. നമുക്ക് യേശുവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ദൈവമക്കളെ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റൂ. യേശുവിനെ സ്നേഹിച്ചാലേ മറ്റുള്ള സ്നേഹിക്കാൻ പറ്റൂ. നിനക്ക് യേശുവിനെ സ്നേഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിൻ്റെ വീട്ടുകാരെ സ്നേഹിക്കാൻ പറ്റാത്തത്, നിൻ്റെ കുടുംബത്തിൽ സ്നേഹം വരാത്തത്. കാര്യം എന്താണ്? യേശുവിന് അത്രയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ളൂ. നീ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അത്രത്തോളം പ്രാധാന്യം കൊടുക്കും. യേശുവിനെ എവിടെയൊക്കെ ഒതുക്കാൻ നോക്കുന്നുണ്ടോ അവിടെ എല്ലാം നിങ്ങൾ ഒതുങ്ങിപ്പോകും. അത് നിങ്ങൾ എവിടെ ആയിക്കോ, വേണമെങ്കിൽ എഴുതിയിട്ടോ. നിങ്ങൾ യേശുവിനെ പരസ്യമായിട്ട് ഒരു കല്യാണത്തിന് നിങ്ങളുടെ കല്യാണം യേശു നടത്തുന്ന കല്യാണമാണെങ്കിൽ ഭയങ്കര അനുഗ്രഹിക്കപ്പെടും. യേശുവിനെ വിളിച്ച കല്യാണമാണെങ്കിൽ അനുഗ്രഹിക്കപ്പെടും. യേശുവിനെ വിളിക്കാതെ കല്യാണമാണെങ്കിൽ അത് പരാജയമാണ് ഞാൻ വിളിച്ച് പറയും. കാര്യം എന്നാൽ യേശു നടത്തുന്ന കല്യാണം അനുഗ്രഹമാണ്. അത് കാനായിലെ കല്യാണം പോലെ യേശുവിൻ്റെ ആ ജീവിതത്തിൽ യേശു ഉണ്ടാകും. കാര്യം എന്താണ്? അവിടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ, ക്ഷമിക്കാനും പൊറുക്കാനും പോകും. യേശുവിനെ കൂടെ ഇരുത്തുന്ന കല്യാണം, കുടുംബജീവിതത്തിൽ കല്യാണം കഴിഞ്ഞു പോകും. പിന്നെയാണ് തുടങ്ങുന്നത് ഫൈറ്റ് ജീവിതത്തിലേക്ക്. ആ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് പ്രാർത്ഥിക്കും. കാര്യം എന്താണ്? യേശു ഉണ്ട്. എൻ്റെ വിവാഹം നടത്തുന്ന യേശുവാ. എൻ്റെ വിവാഹത്തിന് യേശുവാ വന്നത്. അതിൽ പ്രാധാന്യമുണ്ട്. എൻ്റെ കുടുംബജീവിതം തകരത്തില്ല. കഴിഞ്ഞ ദിവസം വിശ്വാസിയുടെ കുടുംബത്തിൽ നിന്നും ഒരു വിശ്വാസിയുടെ കുടുംബത്തിൽ വിളിച്ചു പറഞ്ഞ ഒരു കാര്യം, ഇവിടെ ദൂരെ നിന്ന് വിളിച്ചു പറഞ്ഞ ഒരു കാര്യം, എൻ്റെ ബ്രദറെ ഇങ്ങനെ പറഞ്ഞത്, എൻ്റെ മകളുടെ വിവാഹം തകർന്നുപോയി. ഞാൻ പറഞ്ഞു, വിവാഹം എങ്ങനെയായിരുന്നു? അതിങ്ങനെയൊക്കെ ആയിരുന്നു ദൈവമനുസരിച്ച്. പക്ഷേ ഇന്നിപ്പോൾ മരുമോന് എന്നെ വേണ്ട എന്ന് ആ മരുമോൻ്റെ മോളെ ഉപേക്ഷിക്കാൻ പോകുന്നു. എവിടെയൊക്കെയോ സ്വരച്ചേർച്ചകൾ, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാതെ, ദൈവപ്രവർത്തിക്കൊക്കെ ചിലപ്പോൾ തടസ്സങ്ങളായി എവിടെയൊക്കെയോ എന്തൊക്കെയോ പൊട്ടലും ചീറ്റലൊക്കെ വന്നിട്ടുണ്ട്. ദൈവത്തിന് മുമ്പിൽ നിർത്തിക്കൊണ്ട് ഏത് കാര്യവും, നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യവും, ഒരു വിവാഹത്തിന് തന്നെ ആയിക്കോട്ടെ, യേശുവിനെ നമ്മൾ വിളിച്ച് മുമ്പിൽ നിർത്തിയാണ്. അവൻ്റെ കുടുംബജീവിതം എപ്പോഴും യേശു മുമ്പിൽ ഇരിക്കും. നമ്മൾ യേശുവിനെ മാറ്റി നിർത്തിയിട്ട് യേശുവിനല്ലാതെ മറ്റൊരാളെ കൊണ്ട് മുമ്പിൽ നിർത്തുന്നുണ്ടെങ്കിൽ, യേശുവിനെ ബാക്കിലാണ് നിങ്ങൾ സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതവും ബാക്കിലാവും. എല്ലാ അവസരം ബാക്കിലായിപ്പോവും. ഉറപ്പാണ്. അതിന് ഒരു മാറ്റവും ഇല്ല. എൻ്റെ അനുഭവം കൊണ്ടും ഇന്ന് ലോകം കാണുന്ന വാർത്തകൾ, എനിക്ക് പ്രാർത്ഥനാ വിഷയങ്ങളും ഞാൻ കേൾക്കുന്ന വാർത്തകളും കേൾക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളും ഓർത്ത് ഞാൻ പറയുകയാണ്, എത്രത്തോളം യേശുവിന് നീ പ്രാധാന്യം കൊടുത്ത് സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം സ്നേഹത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരും. നീ യേശുവിനെ എവിടെയെല്ലാം ഒതുക്കാൻ നോക്കുന്നുണ്ടോ, യേശു എന്ന നാമത്തെ നീ എവിടെയെല്ലാം ഒതുക്കുന്നുണ്ടോ, ഒരു വാഗ ലെറ്റർ അടിക്കും, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ അല്ലേ? ആദ്യത്തെ കല്യാണ ലെറ്ററിൽ അടിക്കേണ്ടത് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അത് എന്നും മഹത്വം തന്നെയായിരിക്കും. ലെറ്ററിലെ മഹത്വം എന്ന ജീവിതം മുഴുവനും മഹത്വം ഉണ്ടാവും. മറ്റുള്ളവർ തിരിച്ചടിക്കും, മറ്റുള്ളവർ തിരിച്ചെഴുതും. കാര്യം എന്താണ്? ആ ലെറ്റർ തൊട്ട് അവസാനം വരെ, ചൊട്ടയിലെ ശീല ചൊടല വരെ ആയ അവസാനം അത് പോകുന്നത് ചൊടല വരെ ആയി പോകും. യേശുവിൻ്റെ സ്നേഹത്തെ എപ്പോഴും നമ്മൾ നമ്മുടെ മുഖത്തല്ല ഹൃദയത്തിനകത്തിരിക്കുന്നത്, എപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്നത് പ്രവൃത്തിയിലും വരണം. അതാ സ്നേഹം. എവിടെയും സ്നേഹം, യേശുവിൻ്റെ സ്നേഹം. ചിരിച്ചും കൊണ്ട് മറ്റുള്ളവരെ ഒന്ന് ബഹുമാനിക്കുക. എത്ര നീ ഉയർന്നിരുന്നാലും ചിരിച്ചും കൊണ്ട് മറ്റേ ബഹുമാനിക്കുക. മറ്റുള്ളവരെ താഴെ ഒരിക്കലും നിങ്ങളുടെ നന്മ കണ്ട് ഒരിക്കലും അഹങ്കരിക്കരുത്. നിങ്ങളുടെ ശമ്പളം കണ്ട് അഹങ്കരിക്കരുത്. ദൈവ പൈതലേ, നിനക്ക് എത്ര ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞാൽ നീ ഒരിക്കലും അത് മനസ്സിൽ വയ്ക്കരുത്. എണ്ണി നോക്കരുത്. കാര്യം എന്താണ്? നിനക്ക് ദൈവത്തെ വിട്ടുപോകാതെ വരും. പണം കുറയുമ്പോൾ യേശുവിനെ മറന്നു പോകും, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ മറന്നു പോകും. നിന്റെ പണവും, ഞാൻ വീണ്ടും പറയുന്നു, പണവും നിന്നെ യേശുവിനെ തൂക്കിക്കഴിഞ്ഞാൽ യേശു ആയിരിക്കണം ഉയർന്നിരിക്കേണ്ടത്. നിന്റെ പണം താഴ്ന്നിരിക്കണം. യേശു തന്നെ ഉയർന്നിരിക്കണം. നിന്റെ ആത്മീയ ജീവിതത്തിൽ
ജീവിതത്തിൽ എപ്പോഴും യേശു ഉയർന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും അതിനെ പറയും സ്നേഹമാണെന്ന്. സ്നേഹത്തെ സ്നേഹമായിട്ട് കാണുവാൻ ഒരു കൃപ നമ്മുടെ മേൽ വരട്ടെ. ഹല്ലേലൂയ. എഫെസ്യർ ലേഖനം 5:2 എഫെസ്യർ 5:2 ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. എഫെസ്യർ ലേഖനം 5:2 ഇങ്ങനെ വായിക്കുന്നത്, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിനായി സൗരഭ്യവാസനയായി വഴിപാടും യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. നമ്മുടെ ആരാധന സൗരഭ്യവാസന ഉണ്ടാവണം, നമ്മുടെ പ്രാർത്ഥന സൗരഭ്യവാസന ഉണ്ടാവണം, നമ്മുടെ ഉപവാസം സൗരഭ്യവാസന ഉണ്ടാവണം. ദൈവത്തിന് പ്രസാദമായി നമ്മുടെ യാഗം അത് സൗരഭ്യവാസന ഉണ്ടായിരിക്കണം. എല്ലാ സ്നേഹത്തിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിലേക്ക് വരുമ്പോൾ നമ്മളെ വഴിപാടെല്ലാം ദൈവനാമത്തിന് ചെയ്യുന്നതെല്ലാം നമ്മൾ ആരും ഇവിടെ നിന്ന് കണക്ക് പറയേണ്ട കാര്യമില്ല. കാര്യമെന്താണ്? അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഒന്നും പറയണ്ടല്ല. എല്ലാ സ്നേഹത്തിൽ ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ ദൈവത്തിന് നിങ്ങളെ നമ്മൾ ദൈവത്തിന് സൗരഭ്യവാസനയാകണം, സുഗന്ധമായി തീരണം. അത് സ്നേഹമായാൽ മാത്രമേ സൗരഭ്യവാസനയായി തീരത്തുള്ളൂ. സ്നേഹമില്ല എങ്കിൽ സൗരഭ്യവാസനയാകത്തില്ല. നമ്മൾ സൗരഭ്യവാസനയാകണമെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള നമ്മൾ ചെയ്യണം, ദൈവത്തിന് ഇഷ്ടം ചെയ്യണം. ഒന്നാം സ്ഥാനം ദൈവത്തിന് ഇഷ്ടം ചെയ്യണം. ഇന്ന് എല്ലാവർക്കും അവരുടെ ഇഷ്ടം ചെയ്യണം, എനിക്ക് അത് വേണം ഇത് വേണം പലതും ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ല, ഇന്ന് എല്ലാത്തിനുപരിയായിട്ട് ഇന്ന് വിശുദ്ധ ദിവസം ദൈവത്തെ ആരാധിക്കുന്നത് സ്നേഹമുള്ളത് കൊണ്ടാണ്. ഭവനത്തിനകത്തിരിക്കാതെ പ്രതികൂലത്തിന്റെ നടുവിലും ഇന്ന് ബുദ്ധിമുട്ട് പ്രയാസത്തിന്റെ നടുവിലും വീട്ടിയിരിക്കാതെ ദൈവസനിൽ വന്നത് സ്നേഹമുള്ളതാണ്. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താടെ ശക്തിയോടെ. ഓരി ബലബലന്തല ബൗഡവരാചപദീനാരകനെ വൈഡവരാചപദീനാരകനെ ശന്തല ബൗഡവരാചപദീനാരകന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യം യാഗമായി തീർന്നു. നമുക്ക് വേണ്ടി യാഗമായത് ഒരേ ഒരാളുള്ളൂ, മരിച്ചത് യേശു മാത്രം. ഇന്ന് ആരെങ്കിലും സ്നേഹം നഷ്ടപ്പെട്ട് മരിച്ചവരാരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെയും മരിച്ചിട്ടുണ്ട് സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു കാമുകനെ ചതിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം എന്താണ് ജ്യൂസിനകത്ത് എന്തോ കയറ്റി കൊടുത്തല്ലേ, കഷായം. കഷായത്തിനകത്ത് എന്തൊക്കെയോ ചെയ്തു, അവനെ കൊന്നു. സ്നേഹം കൂടിപ്പോയപ്പോൾ കഷായത്തിൽ കൊന്നു. ചില സ്നേഹം നഷ്ടപ്പെടുമ്പോൾ ചില സഹോദരന്മാർ എന്ത് ചെയ്യും? ആത്മഹത്യയിലോട്ട് പോകും. ആ സ്വാർത്ഥ സ്നേഹങ്ങൾക്കാണ്. ഇന്ന് സ്വാർത്ഥ സ്നേഹമില്ല. നമ്മളെ നിത്യരക്ഷയിലേക്ക് തൻ്റെ മക്കൾ നശിച്ചു പോകരുത്, ഈ ലോകത്ത് നശിച്ചു പോകരുതെന്നുള്ള തൻ്റെ മക്കൾ തൻ്റെ അടുത്തിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഏത് വസ്ത്രം? തേജസ്സിൻ്റെ വസ്ത്രം ധരിക്കണം. നഷ്ടപ്പെട്ടു പോയ പാപത്തിലൂടെ തേജസ്സിൻ്റെ നഷ്ടപ്പെടുത്തിയതിനെ വീണ്ടെടുക്കുവാനാ യേശു ക്രിസ്തുവിടെ വന്നത്. നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ചു. അവ സൗരഭ്യവാസനയായി മാറി. നമുക്കൊരു സൗരഭ്യവാസനയായി തീർന്നുകൂടെ? നമ്മൾ ദൈവത്തിന്, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞത് സ്നേഹമായതുകൊണ്ടാണ്. പ്രിയ ദൈവ മക്കളെ, നമുക്കെന്തുകൊണ്ട് യേശുവിന് നമുക്കൊരു സൗരഭ്യവാസനയായി തീർന്നുകൂടാ? നമ്മുടെ തലമുറകൾ എന്താ യേശുവിനോട് ആയിക്കൂടാത്തത്? എന്തുകൊണ്ട് നമുക്ക് യേശുവിനെ വിട്ടുകൊടുക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് യേശുവിനെ സ്വീകരിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് യേശുവിനെ സ്നേഹിക്കാൻ കഴിയാത്തത്? നമ്മൾ പലരും സാഹചര്യങ്ങളും ഒഴിവുകളും പലതും പറയുമ്പോൾ, ഇന്ന് പലതും പറഞ്ഞ് തെറ്റി മാറുമ്പോൾ എൻ്റെ യേശു തെന്നി മാറിയില്ല. നീ ഏറ്റു പറഞ്ഞാൽ
നീ ഏറ്റു പറഞ്ഞാൽ, നീ ദൈവസനിൽ ഏറ്റു പറഞ്ഞാൽ അവന് നിന്നെ ഏറ്റു പറയുക തന്നെ ചെയ്യും. ആമേ, നീ യേശുവിനെ ഉയർത്തിയാൽ അവൻ നിന്നെ ഉയർത്തും. എവിടെയൊക്കെ യേശുവിനെ നിനക്ക് ഉയർത്താൻ പറ്റുന്നുണ്ടോ, എവിടെയൊക്കെ ഏറ്റു പറയാൻ പറ്റുമോ, നിനക്കൊരു അനുഗ്രഹം കിട്ടിയത് പറയണം, ഞാൻ യേശുവിനെ അറിഞ്ഞ മുഖാന്തരമാണ്. എനിക്കൊരു സൗഖ്യം കിട്ടിയത് യേശുവിനെ അറിഞ്ഞ മുഖാന്തരമാണ്. എനിക്കൊരു ഭവനം തന്നത് യേശു അറിഞ്ഞ മുഖാന്തരമാണ്. എനിക്കൊരു വാഹനം തന്നത് യേശു അറിഞ്ഞ മുഖാന്തരമാണ്. അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും പറ, ഇന്ന് ജീവിച്ചിരിക്കുന്നത് യേശു ഉള്ളത് സ്നേഹിച്ചതുകൊണ്ടാണ്. യേശുവിൻ്റെ അടുക്കൽ നിന്ന് യേശുവിനെ സ്നേഹിച്ചത് കൊണ്ടാണ്, അല്ലേ? ആമേ, ഹല്ലേലൂയ. ആമേ. പലരും പറയും ഇല്ല, പലതും പറയില്ല. ഇന്ന് ആരോഗ്യത്തോടെ എത്രയോ പേര് തകർന്ന അനുഭവത്തിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ഒരുപാട് പേർ. ആമേ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വിളിച്ചു, ആമേ, പ്രാർത്ഥനയ്ക്ക് വിളിച്ചൊരു വിഷയമാണ് തൊണ്ടയിൽ. ദൈവമക്കളെ, ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ്. പേര് പറയുന്നില്ല, പ്രൈസ്. ആ വ്യക്തിയുടെ വരും ദിവസങ്ങളിലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാം. ഈ എന്നെ വിളിക്കുന്ന വ്യക്തികളെല്ലാം ഏത് രാജ്യത്തിരുന്നാലും അവർ കൃത്യമായിട്ട് വരും. ആമേ, ആ വ്യക്തിനെ വിളിച്ച് പറഞ്ഞത്, ഒരു സഹോദരനെ പറഞ്ഞത്, ബ്രദറെ, ആമേ, എൻ്റെ തൊണ്ടയിൽ ഒരു എല്ല് വളർന്നിരിക്കുന്നുണ്ട്. എനിക്ക് തൊണ്ടയിൽ എല്ല് വളർന്നിരിപ്പുണ്ട്. എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ആമേ, മീൻ കഴിക്കാൻ പറ്റുന്നില്ല, മുട്ട കഴിക്കാൻ പറ്റുന്നില്ല, ഇറച്ചി കഴിക്കാൻ പറ്റുന്നില്ല. എനിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒന്ന് പാല് അല്ലെങ്കിൽ കഞ്ഞി, അത്ര മാത്രമേ കഴിക്കാൻ പറ്റൂ. എൻ്റെ തൊണ്ടയ്ക്കകത്തൊരു എല്ല് വളർന്ന് അത് ബുദ്ധിമുട്ടാവുമെന്ന് പറയേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഹല്ലേലൂയ, കർത്താവേ, ഹല്ലേലൂയ. ആ അനുഭവം കേട്ടപ്പോൾ ഇന്ന് അനുഭവം ഇല്ലാത്ത നമ്മളത് എത്രമാത്രം സൂക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹമല്ലയോ കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ സ്നേഹമല്ലയോ? തൊണ്ടയിൽ എല്ല്, ആമേ, നേരെ ആയിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമുള്ളത് കൊണ്ടാ. ഇന്ന് ഒരു വ്യക്തികൾ, ഇന്ന് എത്രയോ മക്കള് ഒന്നില്ല മറ്റൊരു കാര്യത്തിലേക്ക് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാം നല്ലപോലെ കുഴച്ച്, അല്ലേ, എന്തും നമുക്ക് കുഴച്ച് കഴിക്കാനുള്ള കൃപ ദൈവം. കയ്യിനൊരു കുഴപ്പമില്ല. എത്രയോ പേർക്ക് കൈയെടുക്കാൻ പറ്റുന്നില്ല. എത്രയോ പേർക്ക് തൊണ്ട പ്രശ്നമാണ്. തൊണ്ട പ്രശ്നം അല്ലെങ്കിലും വേറെ ഉദരത്തിനകത്ത് പ്രശ്നമാണ്. എല്ലായിടത്തും പല പ്രശ്നങ്ങൾ പറയുമ്പോൾ, ആമേ, പ്രശ്നമുള്ളവന് മാത്രമേ, വേദന ഉള്ളവന് മാത്രമേ വേദനയെക്കുറിച്ച് പറയാൻ പറ്റൂ. ഒന്നും അറിഞ്ഞൂടാത്ത നടക്കുന്ന നിങ്ങളെപ്പോലെ മറ്റുള്ള വചനം കേൾക്കാതെ യേശുവിനെ സ്നേഹിക്കാൻ കഴിയാതെ നിങ്ങളോട് പറയും, ഞങ്ങൾക്കത് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹത്തിൽ സൂക്ഷിക്കുന്നു, നമ്മളെ എത്രമാത്രം സ്നേഹവാൻ നമ്മളെ കരുതുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ യേശുവേ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ അപ്പൻ നമ്മളെ വിടിവിക്കുന്നില്ലയോ? നിന്റെ കണ്ണ് നിറയുമ്പോൾ എൻ്റെ കർത്താവ് നിന്റെ തഴുകുന്നത്, നിന്നെ എങ്ങനെ മടിയിലിരുത്തി തഴുകുന്നത്, ഒരമ്മ ഒരു കുഞ്ഞിനെ ഓമനിക്കുന്നത് പോലെയല്ലയോ ദൈവം നിന്നെ ഓമനിക്കുന്നത്. അവിടെ എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും, നിന്റെ കുടുംബത്തിനകത്ത് നിനക്ക് 5 ഭർത്താവുണ്ടെന്ന് പറഞ്ഞാലും, ഒരുത്തേക്ക് 5 ഭർത്താവുണ്ട്, 5 ഭർത്താവുണ്ട്, 5 മക്കളുണ്ടെന്ന് പറഞ്ഞാലും ഇതൊന്നും മടിയിരുത്തത്തില്ല. എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും, താങ്ങാൻ എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും, എത്ര പേർ നമുക്ക് ബലവാന്മാരുണ്ടെന്ന് പറഞ്ഞാലും, ആമേ, യേശു നമ്മളെ താങ്ങിയില്ലെങ്കിൽ ഒന്നുമില്ല. ആമേ, എല്ലാവരും അവസാന സമയമാകുമ്പോൾ ഇട്ടിട്ട് പോകും ദൈവമക്കളെ. നമുക്ക് എത്ര പേരുണ്ടെന്നായിക്കോട്ടെ, എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും, നമ്മുടെ എനിക്ക് ഇവരുണ്ടെന്ന് പറഞ്ഞാലും, യേശു മാത്രമേ നിന്നെ അവസാനത്തോളം നിൽക്കത്തുള്ളൂ. അവസാനം വരെയും നടത്തുന്ന ഒരാൾ മാത്രമാണ്. ആളെ പേര് ഞാൻ വിളിച്ചത്. നിന്റെ അവസാനം വരെയും, നിന്റെ ജീവിതകാല ഭൂമിയിലെ അവസാനം വരെ കൊണ്ട് നയിക്കുന്ന ഒരേ ഒരാളെ പേരാണ്, അത് നസറനായ യേശുവാണ്. ഉറ്റ സ്നേഹത്തിന് വേണ്ടി, ഇന്ന് ഒറ്റ സ്നേഹത്തിന് വേണ്ടി ഓടി നടക്കുന്ന സഹോദരങ്ങളാണ്, ഒറ്റ സ്നേഹത്തിന് വേണ്ടി നടക്കുന്ന സഹോദരിമാരാണ്. ആമേ, ഇന്ന് സ്നേഹത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. എന്നിൽ കേൾക്കുന്ന യുവതി യുവാക്കളെ, നിങ്ങൾ സ്നേഹിക്കേണ്ടത് യേശുവിനെ സ്നേഹിക്കണം. യേശുവിന് നിങ്ങൾ 1-ാം സ്ഥാനം കൊടുക്കണം. നിങ്ങളുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ, നിങ്ങൾ സ്നേഹിക്കുന്ന ആളിനെ ആമേ കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ നിങ്ങളുടെ ജീവിതം കണ്ണുനീരായി പോകും. കാര്യം എന്നോ, അടി തുടങ്ങണ വസ്ത്രത്തിൽ അടി തുടങ്ങും. ഇന്ന് വസ്ത്രം തൊട്ട് അടി തുടങ്ങി, തലമുടി ഇങ്ങനെയല്ലടി തലമുടി, ഞാൻ വാങ്ങിച്ച വള നീട്ടില്ലല്ലോ, ഞാൻ വാങ്ങിച്ച പൊട്ടിട്ടില്ലല്ലോ. അടി തുടങ്ങാൻ കാരണം ഒരുപാട് കാരണങ്ങളാണ്. കാര്യം എന്താണ്? അവർ പൊട്ടിലും സ്വർണത്തിലും വളയിലും കമ്മലും മാലയിലും മൂക്കുത്തിയിലൊക്കെ പ്രാധാന്യം കൊടുക്കുമ്പോൾ, എല്ലാത്തിനും ഞാൻ വാങ്ങിച്ച മൂക്കുത്തി നീ കുത്തിയില്ലല്ലോ, അതൊക്കെ നോക്കുമ്പോൾ യേശു പറയും, നീ എന്നെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ അതൊന്നും നോക്കുന്നില്ല. എവിടെയും സ്നേഹത്തെ ആമേ, മനുഷ്യരുടെ ദൈവ സ്നേഹത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മറ്റുള്ള സ്നേഹത്തെ, മനുഷ്യന്റെ സ്നേഹമായിട്ട് കാണണം.
ദൈവസ്നേഹത്തെ ദൈവസ്നേഹമായിട്ട് കാണണം. പാസ്റ്ററിനോട് ഇപ്പോൾ എത്ര സ്നേഹം കുറവാണ്. പാസ്റ്ററിന് ഒരാളെ കിട്ടിയുണ്ട്, എന്നെ മൈൻഡ് ചെയ്യണില്ല. നിന്റെ സ്വാർത്ഥ കാര്യങ്ങളെ നീ വലിച്ചു കീറിക്കളയണം. ഹല്ലേലൂയ. സ്വാർത്ഥ പാസ്റ്ററിന് ഇപ്പോൾ വേറെ ആളെ കിട്ടിയുണ്ട്, ഇപ്പോൾ പാസ്റ്റർ അവിടെ കൊണ്ടാണ് പോണത് എന്ന് ചിന്തിക്കരുത്. ദൈവം ഓരോരുത്തർക്ക് പ്രാപ്തി തന്നിട്ടുണ്ട്, അല്ലേ? ഓരോരുത്തരുടെ പ്രാപ്തിക്ക് അനുസരിച്ച് ദൈവം നിർത്തുന്നവരെ നമ്മൾ കൂട്ടണം. അല്ലെങ്കിൽ സ്വാർത്ഥ സ്നേഹത്തിലേക്ക് ഇപ്പം പാസ്റ്ററിന് ഇപ്പോൾ എന്നെ സ്നേഹം, മറ്റൊരു സ്റ്റാഫ് പുതിയ സ്റ്റാഫ്, അവരോടാണ് സ്നേഹം. ഇത് ജഡത്തിൻ്റെ സ്നേഹമല്ലയോ? സ്വാർത്ഥ സ്നേഹമല്ലയോ? ഇല്ലാത്ത സ്നേഹമല്ലയോ? കുഞ്ഞെ, നിന്റെ സ്നേഹം നിനക്കുള്ള തന്നെയാണ്. അമ്മയ്ക്ക് കൊടുക്കുള്ള സ്നേഹം അമ്മയ്ക്ക് കൊടുക്കും, ഭാര്യയ്ക്ക് കൊടുക്കുള്ള സ്നേഹം ഭാര്യയ്ക്ക് കൊടുക്കും, മക്കൾക്ക് കൊടുക്കുള്ള സ്നേഹം മക്കൾക്ക് കൊടുക്കണം, ബ്രദറിന് കൊടുക്കുള്ള സ്നേഹം ബ്രദറിന് കൊടുക്കണം, സിസ്റ്ററിന് കൊടുക്കുള്ള സ്നേഹം സിസ്റ്ററിന് കൊടുക്കണം, സ്റ്റാഫിനുള്ള സ്നേഹം സ്റ്റാഫിനുള്ള തന്നെയാണ്. അതിന് ഒരു മാറ്റവുമില്ല. ആമേ. ഇന്നലെ അർദ്ധരാത്രി ഞാനൊരു അരമണിക്കൂറോളം ഒരു വ്യക്തിയോട് പ്രാർത്ഥന വിഷയം പറഞ്ഞത്, അപ്പൻ്റെ സ്നേഹം അപ്പന്, അപ്പൻ്റെ സ്നേഹം അപ്പന്. ആമേ. മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം മക്കൾക്ക് കൊടുക്കണം, ഭാര്യയ്ക്ക് കൊടുക്കുന്ന സ്നേഹം ഭാര്യയ്ക്ക് തന്നെ കൊടുക്കണം. ഹല്ലേലൂയ. അതിനകത്തോട് തലയിടരുത് ആരും. ഭാര്യ ഭർത്താവ് പോകുമ്പോൾ ഇടയ്ക്കേറി അങ്ങ് പോകരുത്, മാറിക്കൊടുക്കണം. നമ്മൾ രണ്ടുപേർ പോകുമ്പോൾ ആരെങ്കിലും പോകുമ്പോൾ അവർ ഇത്ര പ്രത്യേകം നിൽക്കും, ഒരു മനുഷ്യൻ മാറിക്കണം. അത് നമ്മൾ ജ്ഞാനത്തോടെ ചിന്തിക്കണം. അവർ രണ്ട് കുടുംബമായിട്ട് ഒരാൾ പോവുകയാണ്, നമ്മൾ അങ്ങോട്ട് തലയിടാൻ പോകരുത്. അവർ പോട്ടെ, അവർ പോട്ടെ. ഹല്ലേലൂയ. സ്വാർത്ഥത കാണിക്കരുത്. ഹല്ലേലൂയ. മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം മക്കൾക്ക് കൊടുത്തേ തീരൂ. നിങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക്, ചെറുകുട്ടി എന്ന് പറയുമല്ലേ, അല്ലെ കൊച്ചുമോള് കൊച്ചുമോൻ, അതിന് കൊടുക്കാനുള്ള സ്നേഹം കൊടുത്തേ പറ്റൂ. പക്ഷേ എല്ലാത്തിനുപരിയായിട്ട് ദൈവത്തിനുള്ള സ്നേഹം ദൈവത്തിന് കൊടുക്കണം. നിങ്ങൾ എല്ലാ സ്നേഹം കൂടെ പറഞ്ഞ് കൂട്ടിക്കുഴച്ച് ഏതെങ്കിലും ഒന്നിനെടുത്ത് വളച്ച് ഒടിച്ചിട്ട് ആമേ ബാത്റൂമിൽ പോവാതെ മുഖവും വീർപ്പിച്ചുകൊണ്ടിരിക്കരുത്. എനിക്കതാണ് പറയാനുള്ളത്. ഹല്ലേലൂയ. ചില മുഖങ്ങൾ കാണുമ്പോൾ വിചാരിക്കും 6 മാസം കൊണ്ട് ബാത്റൂമിൽ നിന്നും പോകുന്നില്ല, ദഹനമില്ലെന്നാണ് വിചാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ അവസ്ഥയെ പിടിച്ചിരിക്കാതെ ഏറുകൾ വിട്ട് ആരാധിച്ച ഒരു വിടുതലെടുക്കാം. വിട്ടുകൊടുത്താൽ ഇട്ടുപിടിക്കും. ഈ വർഷം അങ്ങനെയാ. വിട്ടുകൊടുത്താൽ വിട്ടുകൊടുക്കണം, മസിലൊക്കെ അങ്ങ് വിടണം. അപ്പാ, നീ എന്നെ അനുഗ്രഹിച്ചു, നീ എന്നെ കൊണ്ടുവന്നതാ, ഞാൻ വന്നതല്ല. ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഞാൻ വന്നതല്ല, എൻ്റെ ദൈവം കൊണ്ടുവന്നതാണ്. ആമേ. ഹല്ലേലൂയ. എപ്പോഴും മനസ്സിലാക്കണം, ഞാൻ വന്നതാണോ? നിങ്ങൾ വന്നതാണോ? ഞാൻ ഇവിടെ വന്നതാണോ? ഈ ഭാവം ആദ്യമെടുത്ത് കളയണം. ഈ ചിന്ത എടുത്ത് കളഞ്ഞാൽ രക്ഷപ്പെടും. ഹല്ലേലൂയ. അല്ല, ഞാൻ വന്നാണ് ഇതൊക്കെ ആയെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ദൈവം നേരത്തെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ദൈവം നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കൂടാരാമേ നോഗ ഒരു പെട്ടകം പണിയുമ്പോൾ ആരൊക്കെ കയറണമെന്ന് നോഗയ്ക്ക് ദൈവം നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോഗ ഒരു പെട്ടകം പണിതു, എന്നിട്ട് സുവിശേഷം പറഞ്ഞല്ലേ, ഇതാ ഭൂമി നശിക്കാൻ പോകുന്നു, നിങ്ങൾ സ്നേഹമായിട്ട് എല്ലാവരും വിളിച്ചു, മക്കളെ എല്ലാവരും വാ, എല്ലാവരും വാ. നാട്ടുകാരുടെ മൊത്തം പറഞ്ഞു, ഒരുത്തനും കയറിയില്ല. പക്ഷെ നോഗയുടെ കുടുംബത്തിന് വേണ്ടി ആ പെട്ടകം പണിതത്. ഹല്ലേലൂയ. എന്നിട്ട് പെട്ടകം അവർക്ക് വേണ്ടി മാത്രമല്ല, ചില ഇഴജന്തുക്കൾക്കും ആമേ പല മൃഗങ്ങൾക്ക് കയറി എല്ലാ അറകളും തീർത്തു വെച്ചു. എല്ലാവരും ഒരുമിച്ചാണോ? ഇല്ല, അറകൾ നേരത്തെ സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ദൈവം നമ്മെ സെറ്റ് ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോൾ ആമേ നമ്മൾ വന്നതല്ല. എപ്പോഴും മനസ്സിലൊരു വിചാരം, ദൈവമക്കളെ ഹൃദയത്തിനകത്തിരിക്കേണ്ട കാര്യം, ഞാൻ വന്നതല്ല, ദൈവം എന്നെ കൊണ്ടുവന്നതാണ്. ഏത് അനുഗ്രഹത്തിലേക്ക് ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ കൊണ്ടുവന്ന ദൈവമാണ്. ദൈവസ്നേഹത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. കാര്യം എന്താണ്? യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ ദൈവ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്നു. സ്നേഹം അത് മുഖത്ത് കാണുമ്പോൾ ചിരിച്ചും കൊണ്ട് പ്രസരിപ്പോടെ ആ ക്രൂശിലെ സ്നേഹത്തെ ചിരിച്ചും കൊണ്ട് ഒരാമേൻ പറയുവാൻ ഒരു കൃപ വേണം. ഹല്ലേലൂയ. മുഖം ഒരിക്കലും വീർത്ത് കിട്ടരുത് ദൈവമക്കളെ. ഈ ഭൂമിയിൽ അല്പകാല ജീവിതം അത് സന്തോഷത്തോട് സമാധാനത്തോട് സ്നേഹിച്ച് തന്നെ തീർക്കണം. യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അത് നിത്യസ്നേഹമാണ്. എൻ്റെ യേശുവിനെ, മനുഷ്യനെ നിങ്ങൾ എപ്പോഴും സ്വാർത്ഥ കാര്യങ്ങൾക്ക് മനുഷ്യനെ കൂടുതൽ സ്നേഹിക്കരുത്, മക്കളെ സ്നേഹിക്കരുത് കൂടുതൽ. മക്കൾക്ക് മക്കളെ സ്നേഹം കൊടുക്കാവൂ. സ്നേഹമെന്ന് പറഞ്ഞ ക്രിസ്തുവിനെ സ്നേഹത്തോടെ
യേശുവിൻ്റെ സ്നേഹത്തെ ആമേ സ്നേഹിച്ച് ആ സ്നേഹമാണ് മറ്റുള്ളവരിലേക്ക് പകരേണ്ടത്. യേശുവിന് നീ കൊടുക്കണം. തളർന്നിരിക്കുന്നവനെ, തകർന്നുകൊണ്ടിരിക്കുന്നവനെ, എവിടെയെങ്കിലും ഭാരപ്പെടുന്നു, പാപത്തിൽ കിടക്കുന്നവനെ അല്ലെങ്കിൽ ശാപത്തിൽ കിടക്കുന്നവനെ യേശുവിൻ്റെ സ്നേഹം കൊടുത്ത് കരം പിടിച്ച് ഉയർത്തെഴുന്നേൽക്കണം. നിങ്ങളുടെ സ്നേഹം മറ്റുള്ളവരെ തകർക്കുന്ന സ്നേഹമാവരുത്. അത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്, ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് പറയുന്നത്. ഒന്ന് സ്നേഹം മറ്റുള്ളവരെ തകർക്കുന്നതല്ല, അത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. സ്നേഹമെന്ന് പറയുന്നത് മറ്റുള്ളവരെ കരം പിടിച്ച് ഉയർത്തുന്നത്. സ്നേഹം തകർന്നു കിടക്കുന്ന ഒരു വ്യക്തിക്ക്, ഇപ്പോൾ ഒരു വീട്ടിൽ പട്ടിണിയാണ്, നിങ്ങൾ പോകുന്നൊരു പട്ടിണിയാണ്, അവിടെ ചെന്ന് നിങ്ങൾ 5 കിലോ അരി വാങ്ങിച്ചു കൊടുക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. അല്ല, അവിടെ ചെന്നിട്ട് ഈ പട്ടിണി കിടക്കുന്ന വീട്ടിൽ ചെന്നിട്ട് കുറേ കൂടെ പട്ടിണി കൂട്ടി വരരുത്. ദൈവമക്കൾ അങ്ങനെ പട്ടിണി കിടക്കല്ലേ പോണ വീട്ടിലൊക്കെ നോക്കണം, എന്തൊക്കെയാണ് നോക്കണം. ചെന്ന് കഴിഞ്ഞാൽ വിരുന്നിന് പോകണവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരൊക്കെ സാധുക്കളാണ്, പാവങ്ങളാണ്, അവരില്ലാത്ത പൈസയൊക്കെ കടം അവരുടെ കപ്പാസിറ്റി നമുക്കറിയാം എത്രയാണെന്ന്. അവിടെ എല്ലാം കൂടെ കൊണ്ടുവര ഈ കലം കൂടെ ഒന്ന് ഇളച്ചെടുക്കണ പരിപാടി കാണിക്കരുത്. കുറച്ചെങ്കിലും മിച്ചം വെച്ചിട്ട് പോകണേ. കുഞ്ഞുങ്ങളുണ്ട്. ആമേ ഹല്ലേലൂയ. നമ്മൾ കൊടുക്കൽ വാങ്ങൽ സ്നേഹമായിരിക്കണം. നമ്മുടെ സംസാരത്തിൽ സ്നേഹമായിരിക്കണം. ഉള്ളപ്പോഴൊരു സ്നേഹം, ഇല്ലാത്തപ്പോഴൊരു സ്നേഹം. ഞാനിപ്പോൾ ആത്മീയയിൽ തൃപ്തനാണ്. കാര്യം തരുമോ, എന്നോട് പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന വിദേശത്ത് സ്വദേശത്ത് സകലം വിളിക്കുന്നത് ഇല്ലാത്തപ്പോഴാ. ഞാൻ പറയും, ഇല്ലാത്തപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ഉള്ളപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കും. എനിക്ക് അതോട് നിങ്ങളുടെ ഭയങ്കര സ്നേഹമാണ്. നിങ്ങൾ ഉള്ളപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ ആമേ ഹല്ലേലൂയ, നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ എന്നെ വിട്ടുപോകും, ദൈവത്തെ വിട്ടുപോകും. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നീ ഇല്ലാത്തപ്പോൾ വന്നത്, നഷ്ടപ്പെട്ട് വന്നപ്പോൾ നിനക്ക് ദൈവത്തെ തരുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഇല്ലായ്മ നിന്നും ആമേ സ്നേഹത്തിലേക്ക് സൗരഭ്യവാസനയായി മാറണം. നമ്മുടെ വഴിപാട് സ്നേഹത്തിലായിരിക്കണം. ഒരു സൗരഭ്യവാസനയായി, നമ്മുടെ ഹൃദയ സൗരഭ്യവാസനയായി കർത്താവായ യേശു ക്രിസ്തു നമുക്കൊരു യാഗമായി തീർന്നതുപോലെ തൻ്റെ മക്കളെ നിത്യസ്നേഹത്താൽ അവൻ എടുത്ത ഏത് സ്നേഹമാണ്? നിത്യസ്നേഹമാണ്. നിത്യസ്നേഹമാണ്. ആ നിത്യസ്നേഹം നഷ്ടപ്പെടരുത്. നിത്യസ്നേഹം നഷ്ടപ്പെടല്. നമ്മൾ വന്ന വഴി മറന്നു പോകരുത്. വല്ലപ്പോഴേ ബാക്കിലോട്ട് ചിന്തിക്കണം. നിങ്ങൾ വന്ന വഴി അന്ന് എവിടെ കിടന്നു, ഇന്ന് എവിടെ കിടക്കുന്നു ചിന്തിക്കണം. വല്ലപ്പോഴേക്കൊക്കെ ചിന്തിക്കണം, നല്ലതായിരിക്കും. കാര്യം അറിയാമോ, അഹങ്കാരത്തെ കുറയ്ക്കാൻ പറ്റിയതായിരിക്കും. അന്ന് ഏത് വീട്ടിൽ കിടക്കുന്നു, ഇന്ന് ഏത് വീട്ടിൽ കിടക്കുന്നു, അന്ന് ഏത് വണ്ടിയിലാണ് പോയത്, ഇന്നിപ്പോൾ ഏത് വണ്ടിയിലാണ് പോണത്, അന്ന് ഏത് ഡ്രസ്സാണ് ഇട്ടത്, ഇന്ന് ഏത് ഡ്രസ്സാണ് ഇടുന്നത്. ഇത് വല്ലപ്പോഴേക്കൊക്കെ ചിന്തിക്കണം. ഹല്ലേലൂയ. വല്ലപ്പോഴേക്ക് ബാക്കിലോട്ട് പോകണം. കർത്താവേ മക്കളെ, മേശയ്ക്ക് ചുറ്റും വളഞ്ഞിരിക്കുമ്പോൾ എൻ്റെ നന്മ ഭൗതികത്തിൽ വരുമ്പോൾ നീ വല്ലപ്പോഴേക്ക് ബാക്കിലോട്ട് പോകണം. കർത്താവേ, ഇതൊക്കെ നീ എനിക്ക് തരുവാൻ, ഇതൊക്കെ തിന്നാൻ യോഗ്യതാണോ? ഇല്ല. നീ സ്നേഹത്തെ അവിടെ കാണിക്കണം. കർത്താവിന് സ്തോത്രമെങ്കിലും പറയണം. കർത്താവിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. അവിടെ സ്നേഹത്തിന് ആമേ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ബാക്കിലോട്ട് ചിന്തിച്ചുകൊണ്ട് ഒരു ദൈവ പ്രവർത്തിക്കുന്ന സ്നേഹത്തെ നീ വലുതായിട്ട് കാണണം. കാണുമ്പോൾ ഒന്നും കാണാത്തപ്പോഴൊന്ന് പറയരുത്. ഹല്ലേലൂയ. കാണുമ്പോൾ ഒന്ന്, കാണാത്തപ്പോഴൊന്ന്, അങ്ങനെ ഒരിക്കലും പോകരുത്. കാര്യം എന്താണ്? നിന്റെ കൂടെ വസിക്കുന്ന ഒരു സ്നേഹവാനൊരു യേശുവുണ്ട്. ആമേ, നിന്റെ കൂടെ വസിക്കുന്ന ഒരു സ്നേഹവാനൊരു യേശുവുണ്ട്. ഇസ്രായേൽ ജനത്തിന്റെ പിറുപിറുപ്പോര്, നിന്റെ അകത്തുള്ള പിറുപിറുപ്പോര് ദൈവം കണ്ടിരിക്കുന്നു. ഇസ്രായേൽ അകത്ത് പിറുപിറുത്തതും അകത്തിരുന്ന് പിറുപിറുപ്പോര് ദൈവം കണ്ട്. ദൈവത്തിനെതിരായിട്ട് പിറുപിറുത്താൽ സ്വർഗം നിനക്കെതിരായിട്ട് പിറുപിറുക്കും. മനസ്സിന്റെ വിദ്വേഷന്റെ ഹൃദയത്തിന്റെ, നിന്റെ ഹൃദയത്തിനകത്തുള്ള മെമ്മറി കാർഡ് സൃഷ്ടിച്ചിട്ട് ആരാ? സ്വർഗത്തിന്റെ ദൈവമാണ്. നിങ്ങളുടെയും എൻ്റെയും മെമ്മറി കാർഡ് ആരിലുണ്ട്? യേശുവിലുണ്ട്. അത് ഒരിക്കലും നമ്മൾ നാളെ ചിന്തിക്കാൻ പോകുന്നതും 2025 ചിന്തിക്കാൻ പോകുന്ന കാര്യം വരെ എൻ്റെ കർത്താവിൻ്റെ പക്കലാണ്. അവൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അവൻ അറിയാതെ ഒന്നും സംഭവിക്കല്ല. ഉള്ളപ്പോഴൊരു സ്നേഹം, ഇല്ലാത്തപ്പോൾ സ്നേഹം. കൊടുത്തുവിടുമ്പോൾ ഭയങ്കര സ്നേഹം, കൊടുത്തുവിടാത്തപ്പോൾ സ്നേഹവുമില്ല, ഒന്നുമില്ല. ഹല്ലേലൂയ. നിന്റെ സ്നേഹം ഏത് സ്നേഹം? സ്വാർത്ഥ കാര്യങ്ങളുള്ള സ്നേഹമാണെന്ന്, കപട സ്നേഹമാണെന്ന് വിളിച്ചു പറയും. എന്തെല്ലാം പേരിട്ട് വിളിക്കും. ഞങ്ങളുടെ കുടുംബത്തിനകത്തല്ല, ഞങ്ങളുടെ കുടുംബത്തിനകത്തല്ല, ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിനകത്തല്ല, നിങ്ങളെ കുടുംബത്തിനകത്തുമല്ല, പ്രാർത്ഥിക്കാത്ത കുടുംബത്തില്ല, യേശുവിനെ സ്വീകരിക്കാത്ത കുടുംബത്തില്ല, നിങ്ങൾ ആരെയും കുടുംബത്തിലല്ല, പ്രാർത്ഥിക്കാത്ത യേശുവിനെ അറിഞ്ഞുവിടാത്ത കുടുംബത്തില അല്ലേ? ഇതൊക്കെ വിളി കേൾക്കുന്നുണ്ട്, പലയിടത്തുനിന്ന് എനിക്ക് എത്താറുണ്ട്. ഇപ്പോൾ എന്നെ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. നേരത്തെ ആണെങ്കിൽ ഭയങ്കര ശ്രദ്ധയാണ്.
നിന്റെ കയ്യിരിപ്പ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ. നീ വിട്ടുകൊടുത്തപ്പോൾ ഇട്ടുപിടിച്ചില്ല. അപ്പോൾ ഇടേണ്ട സമയത്ത് ഇട്ടുകൊടുത്തില്ല. നീ സ്വാർത്ഥ കാര്യങ്ങൾക്ക് ഓടി, ഓട്ടം വെച്ച് ഓട്ടമായിരുന്നു. എല്ലാ വയലിലും പോകാൻ വ്യവസ്ഥയില്ല. ദൈവം നിർത്തിയ വയലിൽ നിന്നാലേ നമുക്ക് കറ്റ കിട്ടുള്ളൂ, വലിച്ചിട്ട് തരുവുള്ളൂ. വയൽ മാറി മാറി നടന്നാൽ ഒരു നെല്ലും കിളിർക്കത്തില്ല. നിങ്ങൾ ബസ് മാറി മാറി കയറി നോക്ക്. നേരെ 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 ഉള്ളപ്പോഴല്ല, ഇല്ലാത്തപ്പോഴല്ല. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുന്നില്ല. പട്ടിണി കിടന്നാലും, ദാരിദ്ര്യം വന്നാലും, ഏത് രോഗം വന്നാലും, ശാപം വന്നാലും, പാവം വന്നാലും രാഗത്തെ നീർക്ക് ആർക്കും പറ്റത്തില്ല. ഹല്ലേലൂയ. ശമ്പളം കൂടുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. ഓ സാറ് 6 മണിക്കല്ല, രാവിലെ 5 മണിക്ക് വന്നാലും ചൂട്ടും കത്തിച്ചുകൊണ്ടിരിക്കും. ആ സ്നേഹമല്ല. ഹല്ലേലൂയ. കുറയുമ്പോൾ ഇനി 10 മണിക്ക് വരാം, അതും ഒരു സ്നേഹമല്ല. ഹല്ലേലൂയ. എവിടെയെങ്കിലും വർധനയുടെ അളവനുസരിച്ച് സ്നേഹിക്കുന്നതല്ല സ്നേഹം കുഞ്ഞേ. ആമേ. ഹല്ലേലൂയ. നിങ്ങൾ എവിടെയെങ്കിലും നോക്കുമ്പോൾ നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി ഉറ്റ സ്നേഹം പറയും. എനിക്ക് ഒത്തിരി ഉറ്റ സ്നേഹം എന്താ, ഉറ്റ സ്നേഹം എന്താ? എടാ നീ എന്നെ സ്നേഹിക്കോടാ, എടി നീ എന്നെ സ്നേഹിക്കുമോ? ഈ സ്നേഹത്തിന് വേണ്ടി അലചേരി നടക്കുന്നവരെ, ഒരു ഗതിക്ക് പരകരില്ല ഓടുന്നവരെ, നീ എല്ലാം മറന്ന് യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് വാ. എന്നെ സ്നേഹിക്ക്. യേശുവിൻ്റെ സ്നേഹം നീട്ടിപ്പിടിച്ച യേശു വിളിക്കുന്നു സ്നേഹമോടെ, കരങ്ങൾ നീട്ടി, അല്ലേ? യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി. യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി. യേശു വിളിക്കുന്നു. ആമേ. ഹല്ലേലൂയ. ഭയങ്കര പാട്ടുകാരനല്ലെങ്കിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. പാടേണ്ടി വന്നാലും പാടണം. കർത്താവിന് വേണ്ടി 2 പേര് പാടിയാലും ദൈവനാം മഹത്വപ്പെടും. ഹല്ലേലൂയ. നിങ്ങളുടെ സ്നേഹം കുറഞ്ഞു പോയി, നിങ്ങളെ സ്നേഹം കുറഞ്ഞു പോയി. നാളെ ആത്മഹത്യ ചെയ്യരുത്. നിങ്ങളെ സ്നേഹിക്കുന്ന പെൺകുട്ടി നിങ്ങളെ തേക്കും, അത് കണ്ടുകൊണ്ടാണ് സ്നേഹിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ എവിടെയും അല്പമെങ്കിലും ഒരു കുടുംബ ചട്ടിയും കലവാകുമ്പോൾ തട്ടിയും മുട്ടിയും കിടക്കും. പക്ഷെ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് നീ നിൽക്കണം. നീ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് നിൽക്കുമെങ്കിൽ നിന്റെ സ്നേഹം നഷ്ടപ്പെടില്ല. നീ ധൈര്യമായിട്ട് പറ, എൻ്റെ കൂടെ ഒരു യേശു ഉണ്ട്, നിനക്ക് എന്ത് വേണമെങ്കിലും കാണിച്ചോളാം. ഞാൻ കുലുങ്ങിപ്പോകത്തില്ല, 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 കുലുങ്ങിപ്പോകത്തില്ല. നീ എൻ്റെ സ്നേഹം എടുത്ത് മറ്റൊരാൾ കൊടുത്താലും ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. ഒരു പ്രാർത്ഥനാ വിഷയം ദൂരെ നിന്ന് വന്നു, വിദൂരത്തിൽ വന്നു. ബ്രദറെ, ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല, എൻ്റെ എല്ലാ നന്മയും ഒരു കോടീശ്വരിയുടെ പോയി. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ധൈര്യമായിട്ടില്ലേ, നിന്റെ വിശുദ്ധി എന്ന് പ്രാർത്ഥിര്. ഞാൻ പറഞ്ഞു, നിന്റെ വിശുദ്ധിയെ പിടിക്കണം, നിന്റെ വിശുദ്ധി നിന്റെ ഭർത്താവിൻ്റെ പ്രാർത്ഥിര്. മടങ്ങി വരും, മടങ്ങി വരും, ദൈവം മടക്കി തരും. നിന്റെ വിശുദ്ധി എന്ന് പറഞ്ഞ തീ കത്തും, നിന്റെ കണ്ണുനീര് തീ കത്തും. ദൈവഹിതമില്ലാത്ത സ്നേഹങ്ങളെ തട്ടിയെടുത്ത, ദൈവഹിതമില്ലാത്ത സ്നേഹത്തെ തട്ടിയെടുത്ത, ദൈവഹിതമില്ലാത്ത സ്നേഹത്തെ തട്ടിപ്പറിച്ച, അത് ദൈവഹിതമില്ലാത്ത സ്നേഹമായി പോകും. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നീ ആദ്യം യേശുവിനെ സ്നേഹിക്കാൻ പഠിക്കും. യേശുവിനെ സ്നേഹിച്ചിട്ടാണ് മറ്റുള്ളവർ സ്നേഹിക്കുക. യേശുവിനെ സ്നേഹിക്കാത്തവൻ്റെ സ്നേഹം കപട സ്നേഹമാണ്. എടാ, യേശുവിനെ സ്വീകരിക്കാൻ നീ പോയാൽ, ഈ ഒരു വിവാഹം വരെയാണ്, വിവാഹം വരുമ്പോൾ ചോദിക്കും, എടാ നീ യേശുവിനെ അറിയാമോ? യേശുവിനൊക്കെ അറിയാം, നീ മാനസാന്തരപ്പെട്ടോ? മാനസാന്തരപ്പെട്ടില്ല. സ്നാനപ്പെട്ടോ? പടിക്കരുത്, വീട്ടിനകത്ത് കയറ്റിപ്പോവരുത്, വീട്ടിനകത്ത് കയറ്റിപ്പോലും നാരങ്ങ വെള്ളം പോലും കൊടുക്കരുത്. ദൈവമക്കളെ, നിങ്ങൾ വിശ്വാസം നിൽക്കുന്ന ദൈവ പൈതൽ നിങ്ങളെ വിട്ട് വിവാഹം നടക്കണമെങ്കിൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടത്ത് അതിനകത്ത് വരുമ്പോൾ പറയണം, എടേ നിന്റെ അഡ്രസ് എവിടെ, ഇടറായിട്ട് പാസ്റ്റർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, അത് കൊണ്ടുവന്നാണ് നോക്കാൻ. സർട്ടിഫിക്കറ്റ് കാണണം, സ്വർഗത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നോക്കണം. ഇത് കേൾക്കാൻ പറയും, ഞാനും സ്നാനപ്പെടാപ്പോൾ എനിക്ക് പെണ്ണ് കിട്ടൂല, ഓ മോക്ക് ഭർത്താവ് കിട്ടൂല. നിന്റെ സ്നേഹം യേശുവിൻ്റെ സ്നേഹമായി മാറണം. ഹല്ലേലൂയ. അല്ല എങ്കിൽ കരയരുത്.
കരയാൻ ഇടം കൊടുക്കരുത്. യേശുവിനെ സ്നേഹിക്കുക. കിട്ടുന്ന സമയം ദൈവത്തിന് മഹത്വം കൊട്. നീ യാഗമായി, ആ യാഗം ക്രൂശിനെ നീ ഓർക്കണം. എടാ, ക്രൂശിലെ സ്നേഹത്തെ നീ ഓർക്ക്. ആ ക്രൂശിലോട്ട് വരണം. നിങ്ങളെന്തോ ക്രൂശിൽ കണ്ട യേശു കിടക്കുന്ന, 3 ആണിയിൽ കിടക്കുന്ന യേശുവിനെ നിനക്ക് വെറുതെ അല്ല കയറിയത്, സ്നേഹവാനാ. യേശുവിൻ്റെ ചോര, നമ്മൾ അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി തന്നത് വേറെ ഒരു ദൈവമുണ്ടോ? അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി ചൊരിഞ്ഞത് ഇതുപോലത്തെ ഒരു ദൈവം ആരുണ്ട്? നിങ്ങൾ ഇതിനെ വലുതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, മനുഷ്യൻ്റെ സ്നേഹം കുറേ പറയും, നീ പോ, എൻ്റെ യേശു ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. നീ പോ. അടുത്തൊരു വാക്കുകൂടെ ഉണ്ട് അല്ലേ? നീ പോ. അടുത്തൊരു വാക്കുണ്ട്, എൻ്റെ യേശു കൂടെയുണ്ട്. എൻ്റെ യേശു കൂടെയുണ്ട്. എൻ്റെ അപ്പനുള്ള കാലം ഒരിക്കലും നീ വീണ് പോകത്തില്ല, നീ തകർന്നു പോകത്തില്ല, നിന്നെ ഉയർത്തുക ചെയ്യും. ഈ ചങ്കുറപ്പ് നിങ്ങൾക്ക് വേണം. നിങ്ങൾ ആര് തള്ളി പറഞ്ഞാലും യേശുവിൻ്റെ സ്നേഹത്തിൽ നിൽക്കുമെങ്കിൽ നിന്നെ ഉയർത്തി തന്നെ പിടിക്കും ദൈവം. നീ ഉയർത്തിപ്പിടിച്ച, നിന്നെ ഉയർത്തിപ്പിടിക്കുന്ന ദൈവം, നിന്നെ പരസ്യമായിട്ട് നീ ഉയർത്തിയ, പരസ്യമായിട്ട് നീ ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ചാനലിലൂടെ കേൾക്കുന്ന, മന്ന TV-യിലൂടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബ് ലോകമെമ്പാടും കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക, നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ സ്നേഹിച്ച്, നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, സ്നേഹിച്ച് വഞ്ചിച്ചു, നിങ്ങൾ കരഞ്ഞ് ജീവൻ തകർന്നിരിക്കുന്നത് പറയുക, നീ സ്നേഹിച്ച ജഡത്തെ സ്നേഹിച്ചത്, നീ യേശുവിനെ സ്നേഹിച്ചില്ല. നിങ്ങളുടെ കുഞ്ഞിന് അമ്മമാരുടെ പറയുക, നിൻ്റെ മക്കൾക്ക് നീ യേശുവിനെ കൊടുത്തില്ല, സൺഡേ സ്കൂളിൽ നിന്ന് ഇരുത്തിയില്ല, ഞായറാഴ്ച വരെ ട്യൂഷന് പറഞ്ഞു വിട്ടു. ഇന്ന് വഴിതെറ്റി ജീവനെ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ മക്കളെ ചൊല്ലി നീ കരയുന്നുണ്ട്, നിൻ്റെ മോനെ ചൊല്ലി കരയുന്നുണ്ട്. ഇന്ന് വിവാഹ തടസ്സങ്ങളാൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, തക്ക സമയത്ത് വിവാഹം മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിലും നിരാശപ്പെട്ട് ജീവൻ തകർന്നു പോയ വ്യക്തികളോട്, കുടുംബത്തോട് ഞാൻ ലോകത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ യേശുവിനെ നീ കൊടുക്ക്. നീ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവാ. യേശുവിൻ്റെ ഒരു പായിട്ട് ഇന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ? നിനക്ക് യേശുവിനോട് കരയാൻ മനസ്സുണ്ടോ? യേശുവിനെ സ്നേഹിക്കുവാൻ നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ നിന്റെ തലമുറ ഈ അവസ്ഥയിൽ നിന്ന്, മരണത്തിൽ നിന്ന് ദൈവ കരം പിടിച്ച് കയറ്റുന്നുണ്ട്. മരണത്തിൽ നിന്ന് നിന്റെ മോൾ നഷ്ടപ്പെടത്തില്ല, മോള് നഷ്ടപ്പെടത്തില്ല. അമ്മമാരെ, അപ്പന്മാരെ, ഞാൻ നിങ്ങളോട് പറയാ, നിന്റെ യേശുവിനെ, എൻ്റെ യേശുവിനെ സ്നേഹത്തിന് വേണ്ടി ഒന്ന് ഹൃദയം തുറന്ന് കൊടുക്ക്. ഹല്ലേലൂയ. നീ വിളമ്പുന്ന പാത്രത്തിനകത്ത്, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ വിളമ്പി കൊടുക്കത്തില്ലയോ? വിളമ്പുന്ന പാത്രത്തിനകത്ത് നിങ്ങൾ ആഹാരം വിളമ്പുന്ന പോലെ നിന്റെ മക്കൾക്ക് ബൈബിൾ എടുത്ത് വിളമ്പാൻ എടുത്തു കൊടു. വൈകുന്നേരങ്ങളിലും രാവിലെയും നീ പാത്രത്തിലാണ് വിളമ്പിക്കൊടുക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്നോട് കാര്യം പറയുന്നു. നീ വിളമ്പുന്ന പാത്രത്തിലാണെങ്കിൽ നിന്റെ മക്കൾക്ക് വിളമ്പാൻ ബൈബിൾ എടുത്തോട്. വായിരടാ ബൈബിൾ വായിരടാ. സങ്കീർത്തനം വായിര്, ഗലാത്യർ 3 വായിര്, യേശയ്യാവ് 40 വായിര്, കൊരിന്ത്യർ 2:4 വായിര്. അടുത്ത് വായിക്കണം. ആമേ, ഹല്ലേലൂയ. അടുത്ത വായന ഗലാത്യർ 5:22-23 വായിര്. ഇതെല്ലാം വായിക്കണം. സ്നേഹത്തെക്കുറിച്ചും ആത്മാവിൻ്റെ ഫലവും ജഡത്തിൻ്റെ പ്രവൃത്തിയിലും കൊണ്ട് വായിച്ച് വിവേചനത്തിൻ്റെ വരം, ജ്ഞാനത്തിൻ്റെ വരം, കൃപയുടെ വരം, സ്നേഹത്തിൻ്റെ വരം എല്ലാത്തിനുപരിയായിട്ട് പറയണം, കർത്താവേ, എനിക്ക് കൃപാവരങ്ങളെല്ലാം ആവശ്യമാണ്. നിങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ട കാര്യം വിട്ടുപോകരുത്. എനിക്ക് യേശുവിനെ സ്നേഹത്തിൽ നിൽക്കാൻ വേണ്ടി ഈ സ്നേഹം ഒരിക്കലും ഇട വരുത്തരുത്. എൻ്റെ യേശുവിനെ എനിക്ക് ഉപേക്ഷിച്ച് പോയിട വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചോളണം. യേശുവിനെ കിട്ടിയവരെ, സ്നേഹിക്കുന്നവരെ യേശുവിനെ ഒരിക്കലും തള്ളി പറയുവാൻ. 12 ശിഷ്യന്മാർ കൂടെ നടന്നു അല്ലേ? 12 ശിഷ്യന്മാർ കൂടെ നടന്നിട്ട് ഒരു ശിഷ്യൻ യൂദ യേശുവിൻ്റെ സ്നേഹത്തെ തള്ളി പറഞ്ഞിട്ട് ലോകത്തിൻ്റെ പൗതിയെ വെള്ളിക്കാശിന് അരുമനാഥനെ ഒറ്റി കൊടുത്ത സ്നേഹമുള്ളത് കൊണ്ടല്ല, അവൻ പണത്തിൻ്റെ പിശാചന്മേ കയറി. ഹല്ലേലൂയ. യൂദയുടെ സ്നേഹമാകരുത്, യൂദയുടെ സ്നേഹമാകരുത്. വെള്ളിക്കാശ് കിട്ടിയപ്പോ അരുമനാഥനെ ഒറ്റി കൊടുത്തിട്ട് ഒറ്റ ചുംബനം കൊണ്ട് നീ ഒറ്റി കൊടുത്ത യൂദയാകരുത്. ഹല്ലേലൂയ. പണമുള്ളപ്പോൾ ഒരു സ്നേഹം,
പണമില്ലാത്തപ്പോൾ സ്നേഹം അത് വേണ്ട. യേശുവിൻ്റെ സ്നേഹം, ആമേ ഹല്ലേലൂയ, പണത്തെ നോക്കിയല്ല സ്നേഹിക്കുന്നത്, നിന്റെ വരുമാനം നോക്കിയല്ല യേശു സ്നേഹിക്കുന്നത്. എത്രമാത്രം നമുക്ക് സാമ്പത്തികം ഉണ്ടെന്ന് നോക്കിയല്ല ദൈവം നോക്കുന്നത്. ആമേ ഹല്ലേലൂയ, നിന്റെ സാമ്പത്തികമോ നിന്റെ സൗന്ദര്യമോ അല്ല, നിനക്ക് എത്രമാത്രം ബാങ്ക് ഡിപ്പോസിറ്റ് ഒന്നും അല്ല, നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുക്കുവാൻ. ഇന്നതാ ദൈവസ്നേഹം വരുന്നത്. നിന്റെലേക്ക് വരുന്ന ആ സ്നേഹത്തെ നീ തന്നെത്താനെ താഴ്ത്തണം. എവിടെ താഴ്ത്തി കൊടുക്കണം? ഒരു പുൽത്തൊട്ടി പോലെ. യേശു ജനിച്ചത് വഴിയമ്പലത്തിൽ കിടത്തിയത് എവിടെയാ? പുൽത്തൊട്ടി. നിന്റെ ഹൃദയം ഒരു പുൽത്തൊട്ടി പോലെ താഴ്ത്തി കൊടുക്കണം, സമർപ്പിച്ചു കൊടുക്കണം, താഴ്ത്തി കൊടുക്കണം സ്നേഹത്തിലേക്ക്. ഞാനെന്നുള്ള ഭാവം കളയണം. ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ ഒന്നുമല്ല, ഒരു സംഭവമല്ല, ഞാൻ ഒന്നുമല്ല. ആണോ? അല്ല, എൻ്റെ അപ്പ അവിടെ നിർത്തിയതാണ്, എൻ്റെ അപ്പ എന്നെ നിർത്തിയതാണ്. ദൈവകൃപയാൽ എന്നെ നിർത്തിയിരിക്കുന്നു. ദൈവം അയക്കുന്നിടത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥന ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതൽ നൽകുന്നുണ്ട്. ഞാൻ ദൈവത്തിന് എൻ്റെ മിടുക്ക ഒന്നുമല്ല, ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. നാളെ ദൈവം എന്നെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു, ഞാൻ താഴ്ത്തുന്നു. കാര്യം കർത്താവേ, ഞാനോ ചെറുതാവണം, അങ്ങോ വളരണം. ഞാൻ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് കൊടുക്കുക, എന്നെ തന്നെ താഴ്ത്തി കൊടുക്കുക. ഒരു കഴുതയെ പോലെ താഴ്ത്തി കൊടുത്താൽ, കഴുതയുടെ മുകളിൽ യേശു കയറിയത് പോലെ ഒന്ന് താഴ്ത്തി, ഒരു കഴുത ഒന്ന് താഴ്ന്നു കൊടുത്തതുപോലെ നീ ഒരു കഴുതയായിട്ട് താഴുമെങ്കിൽ യേശു നിന്റെ മേൽ വരും. ഉറപ്പാണ്, നീ കഴുതയാവണം. ഹല്ലേലൂയ. നമ്മൾ എന്തൊക്കെയാണെന്നുള്ള ഭാവമുണ്ട്. ഞങ്ങൾ എന്തൊക്കെയോ ഭാവമാണ്, ഞങ്ങൾ ഇന്ന വീട്ടിലുള്ള ഭാവമാണ്. ഇല്ല ദൈവമക്കളെ, ഇന്ന വീട് അഡ്രസ്സും എല്ലാം ഇവിടെ ഉള്ളൂ. ഇന്ന അഡ്രസ്സും പേരും പെരുമയും ഇതിനൊക്കെ ഇന്ന കുടുംബമാണ്, എല്ലാം അത് ഭൂമിയിലേ ഉള്ളൂന്നേ. അതൊക്കെ നിങ്ങളെ വന്ന വഴികളും നിങ്ങളെ ആ രീതിയിലൊക്കെ നോക്കുന്നത്, നമ്മൾ ഇതൊക്കെ നോക്കുന്നതൊക്കെ ഇവിടുത്തെ മാനുഷ്യമായ രീതിയിലാണ്. മാനുഷ്യ രീതിയിലൊന്നും നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ നിങ്ങൾ ഒരിക്കലും അതിനെ കാണാതെ പോകരുത്. മാനുഷ്യമായ ജഡിക ചിന്തകൾ കൊണ്ട്, ജഡത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ടിട്ട് നമ്മളെ ദൈവസ്നേഹത്തിൽ അടുപ്പിക്കാൻ കഴിയാതെ നമ്മൾ പലതും പറഞ്ഞ് തെറ്റിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ മറന്നു പോകരുത്. ദൈവത്തെ അടുപ്പിക്കാൻ കഴിയില്ല അല്ലേ? ഇന്ന് സർട്ടിഫിക്കറ്റ് വെച്ച് അടുപ്പിക്കാൻ കഴിയുന്നില്ല. ദൈവസ്നേഹത്തിൽ വെച്ച് നമ്മളെ ദൈവസ്നേഹം പലപ്പോഴും ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് പറയാം, 1 ലക്ഷം 5 ലക്ഷം രൂപ തരാം, നീ ഇന്ന ആളാണെങ്കിൽ 5 ലക്ഷം രൂപ തരാമെന്ന് പറയുമ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് ഒന്നിന് ഇളകിപ്പോണതല്ല എൻ്റെ സ്നേഹം, ഊരിപ്പോണതല്ല എൻ്റെ സ്നേഹം. ഇല്ല, അതിനെക്കാട്ടിലും വിലയുള്ളതാണ് ദൈവസ്നേഹം. ഹല്ലേലൂയ. തന്നാലും തന്നില്ലെങ്കിലും, ഉയർത്തിയാലും ഉയർത്തിയില്ലെങ്കിലും, ആമേ ഹല്ലേലൂയ, എൻ്റെ ദൈവസ്നേഹം വിട്ട് ഞാൻ പോകത്തില്ലെന്ന് ആത്മാർത്ഥമായിട്ട് വിളിച്ചു പറയുന്നവനാ അവസാനത്തോളം നിൽക്കാൻ പറ്റത്തുള്ളൂ. അവസാനത്തോളം നിൽക്കാൻ പറ്റത്തുള്ളൂ. അവസാനത്തോളം നിനക്ക് സൗരഭ്യ വാസനയായി തീരാൻ പറ്റത്തുള്ളൂ. ആമേ, തന്നാലും തന്നില്ലെങ്കിലും, ഉയർത്തിയാലും ഉയർത്തിയില്ലെങ്കിലും, ആമേ, എന്നെ നീ മാനിച്ചാലും മാനിച്ചില്ലെങ്കിലും ഈ ദൈവസ്നേഹത്തെ വിട്ട് പോകത്തില്ല. എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ലോണ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, വീട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, വണ്ടി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് പറയുമ്പോൾ അത്ഭുതം നടക്കത്തുള്ളൂ. ചില പറയും, ഇനി വീട് കിട്ടിയിട്ടാണ് ഇനി എനിക്ക് പ്രാർത്ഥനയൊക്കെ അറേഞ്ച് ചെയ്യുവാൻ. അത് തോന്നലാണ്. എന്തെങ്കിലും നന്മ കിട്ടിയിട്ടാണ് എന്ത് ചെയ്യാൻ തരുന്നത്, അതൊക്കെ സ്വാർത്ഥതയാ. ഇല്ലായ്മയുടെ നടുവിലും എൻ്റെ കർത്താവ് ആമേ സകലതും ആമേ ക്രൂശിൽ മേൽ ആയപ്പോ സമയത്തും എൻ്റെ യേശുവിന് ആമേ ആമേൻ ആമേ യേശുവിൻ്റെ ശരീരം നോക്കണം. സകലം അവൻ്റെ അങ്കി വരെ ഊരിയെടുത്തു അല്ലേ? അന്നത്തെ യഹൂദന്മാർ യേശുവിൻ്റെ അങ്കി വരെ ഊരിയവര് എടുത്തു, അങ്കിക്ക് വരെ ചീട്ടിട്ടു. എൻ്റെ യേശുവിനെ തകർത്ത അനുഭവത്തിലേക്കും അവിടെ നിന്നുകൊണ്ട് ആ സ്നേഹത്തിന്റെ രക്തം ഇങ്ങനെ കണ്ണിൽ കൂടെ ഒഴുകിയ യേശുവിന്റെ രക്തം കണ്ണിൽ കൂടെ രക്തം ധാരയെ ഒഴുകുമ്പോഴും തന്റെ മക്കളെ രക്തത്തിന്റെ നടുവിലൂടെ സ്നേഹത്തിന്റെ ഉറവ കാണുകയാണ്. അവിടെയും ക്രൂശീകരണ സമയത്ത്, യേശുവിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഗലീല പുത്രിമാർ കരഞ്ഞു, യേശുവിനെ കുറിച്ച് കരഞ്ഞു. അപ്പൊ പറഞ്ഞു, ഗലീല പുത്രിമാരെ, നിങ്ങൾ എന്നെ കുറിച്ചല്ല കരയേണ്ടത്,
നിങ്ങളെയും നിങ്ങളെ മക്കളെ ചൊല്ലി കരയുവിൻ. ആമേ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ മക്കളെ കുറിച്ച് കരയണം. എൻ്റെ മക്കൾ വഴിതെറ്റാൻ പാടില്ല, എൻ്റെ മോൻ വഴിതെറ്റാൻ പാടില്ല, എൻ്റെ യേശുവിന്റെ സ്നേഹം നഷ്ടപ്പെടാൻ പാടില്ല. നിന്റെ കണ്ണുനീരും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ നിന്റെ മകൻ ദൈവ സ്നേഹത്തിൽ വരും, നിന്റെ മകൾ ദൈവ സ്നേഹത്തിൽ വരും. അവരെ ജീവിത പരാജയമാകത്തില്ല. ഹല്ലേലൂയ. നമുക്ക് എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വിലകേറിയ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കും, നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കും, നല്ല വീട് വെച്ച് കൊടുക്കും, നല്ല കട്ടിൽ കൊടുക്കും, യേശു കൊടുക്കും, എല്ലാം കൊടുക്കും. പക്ഷെ നിങ്ങളെല്ലാം കൊടുത്താലും പക്ഷെ യേശുവിനെ കൊടുക്കാതിരുന്നാൽ അത് വലിയൊരു പരാജയമാവും. യേശുവിനെ കൊടുത്ത് തന്നെ പോകണം. കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യമേ നമ്മൾ ദൈവ സ്നേഹത്തിനെ കൊണ്ടുപോകണം. ആമേ, കതിരിൽ കൊണ്ട് വളം വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും ഫലപ്പെടത്തില്ല. ചിലതൊക്കെ ശരിയാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒന്ന് എല്ലാവരും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ചിലപ്പോൾ ശരിയായെന്നിരിക്കും, അത് അപൂർവമായി ഏതെങ്കിലും ആയിരിക്കും. നമ്മൾ ദൈവത്തെ അറിഞ്ഞു, നമ്മൾ ദൈവസ്നേഹം അറിഞ്ഞു. നിങ്ങളെ ദൈവസ്നേഹം കരം പിടിക്കാൻ വന്നാൽ നിങ്ങൾ പോകുന്നിടത്തെല്ലാം ദൈവസ്നേഹത്തിൻ്റെ കരമായിരിക്കും. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഭയം ഉണ്ടാവും, ദൈവത്തിൻ്റെ കൽപ്പന നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റും. നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിച്ചാൽ നിങ്ങൾ ഒരിക്കലും മറ്റൊരു കാര്യം ചിന്തിക്കില്ല, മറ്റൊരു കാര്യം പറയില്ല, ദോഷമായിട്ട് ഒന്നും പറയത്തില്ല. ദൈവത്തിൻ്റെ സ്നേഹം വന്ന ആരെയും തള്ളിയിടുന്ന അനുഭവങ്ങൾ പറയത്തില്ല. ദൈവസ്നേഹമുണ്ടെങ്കിൽ ആരെയും വഞ്ചിക്കത്തില്ല. ദൈവസ്നേഹമുണ്ടെങ്കിൽ ആർക്കും എതിരായിട്ട് ഒന്നും നമ്മൾ പ്രവർത്തിക്കത്തില്ല, ആർക്കും എതിരായിട്ട് നമ്മൾ തിരിയത്തില്ല. കാര്യം എന്താണ്? എൻ്റെ മേൽ വന്ന് കിടക്കുന്ന ഒരു അഭിഷേകത്തിനുപരിയായിട്ട് ഒരു ദൈവസ്നേഹം എൻ്റെ മേൽ വന്ന് കിടപ്പുണ്ട്. എൻ്റെ മേൽ ഒരു ദൈവസ്നേഹം വന്ന് കിടപ്പതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരെ പഴി പറയാനോ കുറ്റം പറയാനോ പറ്റത്തില്ല. ഞാൻ ദൈവത്തിന് സൗരഭ്യ വാസനായി മാറണം. ആമേ, ഹല്ലേലൂയ. നിന്റെ സ്നേഹം ഒരു സൗരഭ്യ വാസനയായി മാറണം. ആമേ, നിന്റെ നടപ്പിലുണ്ടാവണം, നിന്റെ നടപ്പിലും പ്രവൃത്തിയിലും ഉണ്ടാവണം. ഏത് കാര്യത്തിലും നിന്റെ ദൈവസ്നേഹം, നിന്റെ വസ്ത്രം വരെ ദൈവസ്നേഹമായിരിക്കണം. നിന്നെ കാണുമ്പോൾ നീ പറയണം, ഇതൊരു ദൈവ പൈതലാണ്. ആമേ, ഇന്ന് ഒരു വ്യക്തിയെ നമുക്ക് നോക്കി പറയാൻ പറ്റുമോ ഒരു ദൈവ പൈതലാണെന്ന്? നിന്റെ മുഖം, ഹൃദയം ഒരു മുഖം കണ്ണാടി എന്ന് പറഞ്ഞതുപോലെ നിന്റെ ഹൃദയത്തിനകത്തുള്ള ദൈവസ്നേഹം നിന്റെ മുഖത്ത് പറഞ്ഞു കുഞ്ഞ്. അല്ലാതെ അങ്ങോട്ട് 4 വര, ഇങ്ങോട്ട് 4 വര, മുകളിലോട്ട് 4 വര, ഇങ്ങോട്ട് 4 വര, ഈ കഥകളിക്ക് നിൽക്കും പോലെ നിന്ന് കഴിഞ്ഞാൽ അത് ദൈവസ്നേഹമല്ല, വേറെ എന്തോ സംഭവം എന്ന് വിളിച്ചു പറയും. ഹല്ലേലൂയ. കണ്ടിട്ടില്ലേ? അങ്ങോട്ട് 4 വര, ഇങ്ങോട്ട് 4 വര, എവിടെയൊക്കെ പെയിൻ്റ് അടിക്കുക അവിടെ എല്ലാം അടിച്ച് പറക്കി വെച്ച് ഇന്ന് സഹോദരന്മാർ സ്ലൈഡും വെച്ചുകൊണ്ട് നടക്കുക. സ്ലൈഡ് സഹോദരിമാർ ഉപേക്ഷിച്ചപ്പോൾ സഹോദരന്മാർ സ്ലൈഡും കുത്തി നടക്കണം. ഹല്ലേലൂയ. മൂക്കും കുത്തുന്നവരുണ്ട്. നീ കുത്തിക്ക, ഇതൊന്നും പൊറുക്കൂല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊന്നും ദൈവസ്നേഹമുള്ളതല്ല. സ്ലൈഡ് ഇട്ട് തുടങ്ങിയപ്പോഴേ മനസ്സിലായി പിടിച്ചു സമയമായിട്ടുണ്ട്, പിടിച്ചു കെട്ടാൻ സമയമായിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവസ്നേഹത്തെ അല്ല കാണിക്കണം, ദൈവസ്നേഹം നിന്റെ ഹൃദയത്തിനകത്തുള്ള ദൈവസ്നേഹം. നീ ദൈവ പൈതൽ, ഞാൻ സഹോദരൻ നീറ്റായിരിക്കണം. നിന്റെ ഹൃദയം ശുദ്ധമാകുന്ന പോലെ നിന്റെ ശരീരവും, ഹല്ലേലൂയ, ഹൃദയം എപ്പോഴും ശുദ്ധമാകണം. ശുദ്ധമായാൽ മാത്രമേ നടപ്പിൽ കാണത്തുള്ളൂ. നടപ്പിൽ ഹൃദയ ശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. അപ്പോൾ നിന്റെ നടപ്പിൽ എന്തുണ്ടായിരിക്കണം? ദൈവസ്നേഹമുണ്ടായിരിക്കണം. ആമേ, ദൈവസ്നേഹം നിന്റെ നടപ്പിലുണ്ടാകണം. നിങ്ങൾ അർപ്പിച്ചതുപോലെ ദൈവസ്നേഹത്തിൽ നടപ്പിൻ. നിങ്ങൾ ഇവിടെ നിറങ്ങുമ്പോൾ ഒരു സ്നേഹമുണ്ട്, വേറൊരു ഭാവമാണ്, അതെടുക്കണ്ട. ഇന്ന് കുഴിച്ച് മൂടിയിട്ടേ പോകാവൂ. ഇതിനകത്തുനിന്ന് ഇവിടെ നിറങ്ങുമ്പോൾ ഒരു സ്വഭാവം, ബസ് സ്റ്റാൻഡിൽ പോകുമ്പോൾ ഒരു സ്വഭാവം, മറ്റൊരു സ്ഥലം ഒരു സ്വഭാവം, അത് വേണ്ട. നടപ്പിൽ ബൈബിൾ പഠിപ്പിക്കുന്നു, നടപ്പിൽ ഒരു ദൈവസ്നേഹം ഉണ്ടായിരിക്കണം. നിന്റെ നടപ്പ് നല്ല നടപ്പായിരിക്കണം. ഹല്ലേലൂയ. നടപ്പിൽ അങ്ങനെയാണെങ്കിൽ നിന്റെ നമുക്കറിയാം, വസ്ത്രം അടിമുട്ട മുടിവരെയും ദൈവം പറഞ്ഞിട്ടുണ്ട് ഒരു ദൈവ പൈതൽ എങ്ങനെ ആയിരിക്കണമെന്ന്. അപ്പോൾ നടപ്പിൽ വരെ ദൈവസ്നേഹം. നീ നടക്കുമ്പോൾ എന്ത് പറയും? സ്തോത്രത്തോടെ നടക്കണം, പ്രാർത്ഥനയോടെ നടക്കണം. അല്ലാതെ നിങ്ങൾ ചുമ്മാ നടന്ന് എവിടെയെങ്കിലും നോക്കി ഒന്നും നേടാത്ത സാധനം നോക്കി നടക്കരുത്. എവിടെയെങ്കിലും കണ്ടിട്ട് ഉറക്കം പോകരുത്. അത് കിട്ടിയതേ കൊള്ളായിരുന്നു, ഇത് കിട്ടിയതേ കൊള്ളായിരുന്നു, അങ്ങനെ കിട്ടിയേ കൊള്ളായിരുന്നു, ഇങ്ങനെ കിട്ടിയേ കൊള്ളായിരുന്നു. ഇതൊന്നും ചിന്തിക്കണം. ദൈവം തരേണ്ട സമയത്ത് തരുമെന്നേ. ഹല്ലേലൂയ. നമുക്കൊരു പേരുണ്ട്, പേര് മാറിപ്പോകരുത്. വായു നോക്കികളെന്ന് വിളിക്കരുത് എല്ലാവരും. ഹല്ലേലൂയ. നിന്നെ നോക്കി സമൂഹം വിളിക്കരുത്. എന്താണ് വിളിക്കണേ? വായു നോക്കികളേ.
എന്ന് വിളിക്കേണ്ട വരുത്താതെ നിന്റെ നടപ്പിൽ പ്രാർത്ഥനയോടെ ജാഗരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രത്തോടെ നടപ്പിൻ. ഇനി നമ്മൾ പ്രാർത്ഥനയോടെ നടക്കണം. ഈ നടന്നു പോകുമ്പോഴൊക്കെയാണ് ശത്രുവർക്കാർ വരുന്നത്. യാത്രയിലൊക്കെ സ്തോത്രത്തോടെ പോകണം. നിങ്ങൾ ആയിരിക്കുന്ന മണ്ഡലത്തിൽ സ്തോത്രത്തോടെ ആയിരിക്കണം. നിങ്ങൾ ബസ്സിലിരിക്കുമ്പോൾ സ്തോത്രത്തോടെ ആയിരിക്കണം. സാക്ഷി ദൈവസ്ഥലിൽ പറയണം, പ്രാർത്ഥനയോടെ ആയിരിക്കണം. നീ ആരാണെന്ന് മറ്റുള്ളവർ പറയണം. ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ വിളമ്പുന്നവരായിരിക്കണം. അടുത്തൊരാളെ വാഹനത്തിൽ കിട്ടിക്കഴിഞ്ഞെങ്കിൽ അടുത്തൊരാളെ കിട്ടിയാൽ നീ ദൈവത്തിൻ്റെ സ്നേഹം കൊടുക്കണം. നീ ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവെച്ചില്ല എങ്കിൽ നീ ദൈവത്തിൻ്റെ ദൈവ പൈതലല്ല. അതാണ് നടപ്പിൽ നിന്റെ സ്നേഹം നീ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തില്ല എങ്കിൽ നീ ദൈവ പൈതലല്ല. അല്ലേ? എനിക്കുള്ളവൻ, എൻ്റെ ആത്മാവുള്ളവൻ എനിക്കുള്ളവൻ, എൻ്റെ ആത്മാവില്ലാത്തവനോ എനിക്കുള്ളവനല്ല. തിരുവചനം വിളിച്ചു പറയുകയാണ്, എൻ്റെ ആത്മാവുള്ളവൻ എനിക്കുള്ളവൻ. ആ ആത്മാവുള്ള ഏത് സ്നേഹം? അതിനകത്തൊരു ദൈവസ്നേഹമുണ്ട്. ആ ദൈവസ്നേഹത്തെയാണ് സ്വർഗം പറയുന്നത്. അത് നിന്റെ നടപ്പിൽ വേണം. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അത് നമ്മുടെ നടപ്പിൽ വേണം, ഇരിപ്പിൽ വേണം, കിടപ്പിൽ വേണം. ഹല്ലേലൂയ. എപ്പോഴും നമുക്ക് ദൈവസ്നേഹത്തെ തന്നെ വേണം. ദൈവസ്നേഹമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും, ദൈവസ്നേഹമുണ്ടെങ്കിൽ ബൈബിൾ വായിക്കും, ദൈവസ്നേഹമുണ്ടെങ്കിൽ ഉപവസിക്കും, ദൈവസ്നേഹമുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യും. ദൈവസ്നേഹമുണ്ടെങ്കിൽ എന്തും ചെയ്യും. അതാ, ദൈവത്തിന് വേണ്ടി എത്ര ദൂരമാണെങ്കിലും യാത്ര ചെയ്യും. നിന്റെ അവസ്ഥ അറിയുന്ന ദൈവം, നിന്റെ അവസ്ഥ അറിയുന്ന ദൈവം. ഹല്ലേലൂയ. ആത്മാവ് കണക്ട് ചെയ്യുമ്പോൾ സ്നേഹം കണക്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര ആത്മീയ ബന്ധം അങ്ങോട്ട് ടച്ച് ചെയ്തു. നമ്മൾ ആദ്യത്തെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞപ്പോൾ ഒരു ദൈവ പ്രവൃത്തിക്ക് വെളിപ്പെടുവാനിട വന്നു. ഹല്ലേലൂയ. അതാ, നമ്മുടെ ഹൃദയങ്ങളെ പരസ്പരം ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്നത് മനസ്സിലാക്കണം. ദൈവസ്നേഹത്തെ ഒരിക്കലും കളഞ്ഞു കുളിക്കരുത്. ദൈവത്തിന് കൊടുക്കേണ്ട സ്നേഹം ദൈവത്തെ കൊടുത്തുകൊണ്ട് നമ്മൾ സൗരഭ്യ വാസനയായി നമ്മുടെ നടപ്പിലും ഇരിപ്പിലും പ്രവൃത്തിയിലും വേണം. ദൈവ പൈതലേ, നമ്മുടെ പ്രവൃത്തിയിൽ ദൈവസ്നേഹം വേണം, നടപ്പിൽ ദൈവസ്നേഹം വേണം. അല്ല പാസ്റ്റർമാരെന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല. ഉണ്ടോ കുടിച്ചോ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യം. അവരറിയണം, പാസ്റ്റർമാരറിയണം, വിശ്വാസിയുടെ അവസ്ഥ അറിഞ്ഞ് വാങ്ങിക്കാവൂ. ഇതാർക്കും ഇഷ്ടപ്പെടില്ല പറയുമ്പോൾ. ഹല്ലേലൂയ. അങ്ങോട്ടൊക്കെ സഹായിക്കുമ്പോൾ സഹായിക്കണം പാസ്റ്റർമാരെ. ദൈവമക്കളെ നിങ്ങൾ സഹായിക്കണം. അല്ലെ, ഒരു സമയത്തൊക്കെ നമ്മുടെ കൈയൊക്കെ ശൂന്യമായിരുന്നു. ഇപ്പം എൻ്റെ ദൈവം അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ അദ്ദേഹം അനുഗ്രഹിക്കുന്നത്. ദൈവം തരുന്നതിൽ ഞാൻ തൃപ്തനാണ്. എനിക്ക് ദൈവം തരുന്ന നന്മയിൽ ഞാൻ തൃപ്തനാണ്. കാര്യം കുറഞ്ഞാലും കൂടിയാലും എനിക്കൊരു വിഷയമേ ഇല്ല. കാര്യം എന്താണ്? എൻ്റെ ദൈവം എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ, എന്നെ സ്നേഹം വിശ്വസ്തനാ. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം കപടമല്ല, അത് നിത്യ സ്നേഹമാണ്. ഒരു ദിവസം സ്നേഹത്തിന് വേണ്ടി അല്ല എന്നെ യേശു വിളിച്ചത്. എൻ്റെ യേശുവിൻ്റെ വേല ഒരു ദിവസം ചെയ്യാൻ വേണ്ടി അല്ല വിളിച്ചത്. എൻ്റെ യേശുവിൻ്റെ വേല ഒരു മാസം ചെയ്യാനല്ല വിളിച്ചത്. യേശുവിൻ്റെ വേല ഒരു വർഷം ചെയ്യാനല്ല. യേശുവിൻ്റെ വരവോളം ഈ ഭൂമിയിൽ എത്ര നാൾ എന്നെ ജീവിപ്പിക്കുമോ അത്രത്തോളം ചെയ്യുവാനോ എൻ്റെ ദൈവനെ വിളിച്ചത്. ഹല്ലേലൂയ. അതാ സ്നേഹം തിരിച്ചറിയണം. ഒരു മനുഷ്യന്റെ അവസ്ഥ അറിഞ്ഞ് തന്നെ, ഒരു വ്യക്തിയുടെ വിശ്വാസിയുടെ അവസ്ഥ അറിഞ്ഞ് തന്നെ ആ സ്നേഹം കണക്ട് ചെയ്യണം. അതകത്ത് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വാസിയുടെ എന്താണെന്ന് അറിയാൻ പറ്റൂ. അല്ല പാസ്റ്റർ മാത്രം കഴിച്ചും കൊണ്ട് വിശ്വാസികളെ ഉപവസിക്കുന്നതാണോ ഉപവാസം? അല്ല പാസ്റ്റർ നല്ല കഴിച്ച് ടിപ്പ് ടോപ്പിൽ കിട്ടുന്ന സമയത്തെല്ലാം സൈഡിൽ കൂടെ കടിക്കുന്നു, ഇടത്തോട്ട് കടിക്കുന്നു, വിശ്വാസികൾ മാത്രം ബാക്കിൽ ബർബറായിരിക്കുന്നു. അതാണ് ആ ദൈവസ്നേഹം. ഇല്ല, ഇരിക്കണേ ഒരുമിച്ചിരിക്കണം, ഇരിക്കണേ ഒരുമിച്ചിരിക്കണം, ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കണം. അല്ല പാസ്റ്റർ ഒന്ന് വിശ്വാസികളൊന്നല്ല, നിന്റെ നടപ്പിൽ ബൈബിൾ പഠിപ്പിക്കുന്നു, നിന്റെ നടപ്പിൽ സ്നേഹത്തിൽ നടപ്പിൻ. അതിനകത്ത് എല്ലാം വരും, തീറ്റയും കുടി എല്ലാം വരും. ഹല്ലേലൂയ. അപ്പോൾ അത് മനസ്സിലാക്കി ദൈവത്തിനെ സൗരഭ്യ വാസനയായി തീരുവാൻ, ദൈവത്തിൻ്റെ സൗരഭ്യ വാസനയായി തീരുവാൻ ക്രിസ്തുവിനെ നമ്മൾ ധരിക്കണം. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കണം, ഒന്നാം സ്ഥാനം യേശുവിന് കൊടുക്കണം, ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം. എല്ലാം ഇന്ന് നിങ്ങൾ ഭൗതികത്തിൽ എല്ലാത്തിനും വരെയായിട്ട് നിങ്ങൾ ആരെയാണ് ദൈവത്തെ വിട്ടിട്ട് നിങ്ങൾ മനുഷ്യനെ ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ചതിക്കും. അവർ തന്നെ നിങ്ങൾ ആദ്യത്തെ കാല് വലിച്ചു വാരിയിടും. നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചു നോക്ക്.
യേശുവിനെ സ്നേഹിച്ചു നോക്ക്. യേശുവിനെ ഒരു വ്യക്തി പറഞ്ഞു, അയ്യോ എനിക്ക് തല കറങ്ങുന്നുണ്ട് ബ്രദറെ, എനിക്ക് ഉറക്കമില്ല. അതെന്താ? നീ സ്നേഹിച്ച യേശുവിനെ അല്ല സ്നേഹിച്ചത്, മനുഷ്യനെയാണ് സ്നേഹിച്ചത്. നിങ്ങളിപ്പോൾ എന്നെയാണ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ വഴക്ക് പറയും, പിന്നെ മിണ്ടേയില്ല, ഉരിയാട്ടമില്ല, തിന്നുമില്ല, കുടിക്കുകയില്ല. വേണ്ട, അങ്ങനെ സ്നേഹിക്കല്ലേ, അങ്ങനെ സ്നേഹിക്കേ ചെയ്യരുത്. അമിതമായ സ്നേഹം ആപത്താണ്. അമൃതമായാൽ അമൃതം, അമിതമായാൽ വിഷമാണ്. പക്ഷെ ദൈവസ്നേഹമായാലോ നിത്യസ്നേഹമായി മാറും. നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തിക്കൊട്, യേശുവിൻ്റെ കയ്യിൽ താഴ്ത്തിക്കൊട്, എപ്പോഴൊന്ന് സമർപ്പിച്ചോട്, ഒന്ന് കീഴ്പ്പെടുക എന്ന് മനസ്സോട്. അങ്ങനെയാണ് ഈ ദൈവസ്നേഹം നിന്റെ മേൽ നിറയും. നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടും. അപ്പോൾ പലരും വിളിച്ച് പറയും ദൈവത്തെ പോലെയാണെന്ന്. ഇല്ല, അവിടെ വെട്ടണം. ഇന്ന് ദൈവത്തെ പോലെ മറ്റുള്ള വിശ്വാസികൾ വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ നമ്മളോട് വെട്ടണം. ഇന്നല്ലെങ്കിൽ നാളെ ദൈവദാസന്മാർ വെട്ടിയേ പറ്റൂ. കാര്യമോ, ദൈവത്തെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ഒരാൾ മാത്രം, യേശു മാത്രമാണ്. ദൈവത്തെ പോലെ ഇരിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ. അവന് തുല്യൻ ആരുമില്ല. അത്ഭുതങ്ങൾ നടക്കുമ്പോൾ പാസ്റ്റർമാർ ദൈവമൊന്നുമല്ല, ദൈവത്തിൻ്റെ ദാസന്മാരാ. ഹല്ലേലൂയ. എന്നെ അല്ല ഉയർത്തേണ്ടത്, എൻ്റെ യേശുവിനെ ഉയർത്തണം. നിന്റെ വീട്ടിൽ അത്ഭുതം നടക്കുമ്പോൾ, ഇന്നിവിടെ നിന്നല്ല, കേരളത്തിലല്ല, വിദേശ രാജ്യ വിടുതൽ നടക്കുമ്പോൾ ആമേ ഞാൻ വിളിച്ച് പറയും എൻ്റെ യേശു അവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ബ്ലീഡിങ്ങിൻ്റെ, അങ്ങനെയാണ് ആര് വന്നതാണോ ബ്ലീഡിങ്ങിൻ്റെ, കഴിഞ്ഞ പ്രാർത്ഥിച്ചു. ഒരു സാക്ഷിയിലായിരുന്നോ മംഗലാപുരം ബ്ലീഡിങ്ങിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചു, വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തു, ബ്ലീഡിങ് പെട്ടെന്ന് നിന്നു. അങ്ങനെ സാക്ഷി അവിടെ പ്രവർത്തിച്ച ആരാ? ദൈവമാണ്. പച്ചവെള്ളത്തിൽ വീര്യം പ്രവർത്തിച്ചത് ആരാ? അല്ല ഞാനൊന്നുമല്ല, വീര്യം പ്രവർത്തിച്ചത് യേശുവാണ്. അത് ഞാൻ യേശുവിനെ സ്നേഹിച്ച് യേശുവിനെ അനുസരിക്കുന്നത് കൊണ്ടാണ്, ഞാൻ യേശുവിനെ കീഴ്പ്പെടുന്നത് കൊണ്ടാണ്, എൻ്റെ നടപ്പിൽ യേശു ഉള്ളത് കൊണ്ട് എൻ്റെ പ്രവൃത്തിയിൽ യേശു പ്രവർത്തിക്കുന്നത്. ഞാൻ എൻ്റെ പ്രവൃത്തിയിൽ യേശു പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ യേശുവിനെ സ്നേഹിക്കണം, യേശുവിനെ അനുസരിക്കണം, 10 കൽപ്പന അനുസരിക്കണം, പ്രമാണം അനുസരിക്കണം. പ്രമാണം അനുസരിച്ചേ പറ്റൂ. പ്രമാണം വിട്ടുള്ള കളിയില്ല. ഇവിടെ പ്രമാണം വിട്ടുള്ള കളിയില്ല. 10 പ്രമാണം നമ്മൾ അനുസരിച്ചേ പറ്റൂ. ഈ സ്നേഹത്തിൻ്റെ 9 വരങ്ങൾ, ആത്മീയ സ്നേഹത്തിൻ്റെ 9 വരങ്ങൾ, സ്നേഹം, സന്തോഷം, സമാധാനം, ഇതൊക്കെ പറയുമ്പോൾ ആദ്യത്തെ എല്ലാത്തിനുപരിയായിട്ട് വിളിച്ചു നിൽക്കുന്നത് സ്നേഹം തന്നെ. യേശു സ്നേഹം തന്നെ. യേശു സ്നേഹം തന്നെ. യേശു ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കണം യേശു സ്നേഹം തന്നെ. നാളെ ചോദിക്കും നീ എവിടെ പോയി? യേശുവിനെ. യേശു ആരാ? യേശു സ്നേഹവാനാണ്, എൻ്റെ അപ്പനാണ്. ഞാൻ ഉറങ്ങുമ്പോൾ എന്നെ മടിയിലെടുത്തിരുത്തി ഉറക്കുന്ന അപ്പൻ. പ്രൈസ് ദി ലോർഡ്. അല്ലേ, ഞാൻ ഉറങ്ങുമ്പോൾ എന്നെ മടിയിലിരുത്തി താരാട്ട് പാട്ടി ഉറക്കുന്ന എൻ്റെ അപ്പൻ. ആ സമാധാനത്തിലാണ് കിടന്നുറങ്ങുന്നത്. അല്ലേ, ആ സമാധാനം നിങ്ങൾക്ക് വേണം. അപ്പൻ്റെ മടിയിലാണ് ഞാൻ കിടക്കുന്നുള്ള ഉറപ്പ് ഉള്ളവർക്കായി സ്തോത്രം. ഈ ഉറപ്പില്ലാത്തവർക്ക് സമാധാനമില്ല. അവർ ടെൻഷനാണ്. അവർക്ക് എന്താണ് നാളത്തെക്കുറിച്ച് ടെൻഷനാണ്, നാളെക്കുറിച്ച് ഭയങ്കര ടെൻഷനാണ്. കാര്യം പറയുമോ, എപ്പോഴും മനസ്സ് പറയും അയ്യോ അതാണ്. ഇല്ല, യേശുവിൻ്റെ മടിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ നിന്റെ വിഷയം യേശുവിൻ്റെ മടിയിലായിരിക്കുന്നത്. നീ യേശുവിൻ്റെ മടിയിലാണെങ്കിൽ നിന്റെ വിഷയം ആരുടെ കയ്യിലായിരിക്കുന്നത്? യേശുവിൻ്റെ കയ്യിലല്ലേ. പിന്നെ എന്തിനാ ടെൻഷൻ പിടിക്കണേ? എന്തിനാ ഭാരപ്പെടുന്ന വിശ്വാസികളെ? എന്തിനാ നിങ്ങൾ മനസ്സിനൊരു ചഞ്ചലപ്പ്? നിന്റെ മക്കളെ കുറിച്ച് ഭാരപ്പെടുന്നത്? നീ യേശുവിൻ്റെ കയ്യിലാണ്, എന്തിനാ ടെൻഷൻ? ഇല്ല, വേണ്ട. ഞാൻ യേശുവിൻ്റെ മടിയില, യേശുവിൻ്റെ മടിയില, എൻ്റെ അപ്പൻ്റെ മടിയില ഞാനായിരിക്കുന്നത്. ഹല്ലേലൂയ. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ല. സ്നേഹം ഒരു നാളും നഷ്ടപ്പെടുന്നില്ല. സ്നേഹത്തിന് ഭംഗം വരികയില്ല. സ്നേഹം ഒരു നാളും നഷ്ടപ്പെടത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ അളവിൽ പകർന്നിരിക്കുന്ന സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ അളവിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അളവിലേക്ക് വന്നിറങ്ങുന്ന സ്നേഹം, ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അളവിലിറങ്ങുന്ന സ്നേഹം, ആരാധിക്കുമ്പോൾ വിടുതലായി ഇറങ്ങിയ സ്നേഹം, രോഗങ്ങൾ മാറുന്ന സ്നേഹം, ശാപങ്ങൾ മാറുന്ന സ്നേഹം, പാപങ്ങൾ അഴിയുന്ന സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം വന്ന് ഇറങ്ങിയോ. ദൈവത്തെ ആത്മാവിന് സത്യത്തിൽ ആരാധിക്കുമ്പോൾ
ദൈവത്തിന്റെ സ്നേഹം വന്ന് ഇറങ്ങിയാണ്. നമ്മൾ ആരാധിക്കാൻ വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ ദൈവസ്നേഹം വന്ന് ഇറങ്ങിയ ഭയങ്കര സ്നേഹം വന്ന് ഇറങ്ങും. കാര്യമെന്ന് പറയുമ്പോൾ നമ്മളെ എടുത്തും കൊണ്ട് ആരാധിക്കുന്നൊരു ദൈവമുണ്ട്. ദാവീദ് നൃത്തം ചെയ്ത് ആരാധിച്ചു. ദൈവസ്നേഹം വന്നപ്പോൾ രാജാവായിരിക്കെ പെട്ടകം വന്ന സമയത്ത് രാജാവിൻ്റെ അടുത്ത് ദാവീദ് രാജാവ് നൃത്തം ചെയ്ത് ആരാധിച്ചു. രാജാവിന് നൃത്തം ചെയ്ത് ആരാധിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ദൈവസ്നേഹം ഉണ്ടായിരിക്കണം. ഇന്നെന്താ നമ്മളെ നേതാക്കന്മാർ നൃത്തം ചെയ്ത് ആരാധിക്കാത്ത? ചില ജോലിയുള്ള ഭയങ്കരവരുണ്ട്, ദൈവസനിൽ വന്നിട്ടും മസിലും പിടിച്ചിരിക്കും. ഇല്ല, ദൈവസനിൽ മസിൽ പിടുത്തം വേണ്ട. ദൈവസ്നേഹം വന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. ദൈവസ്നേഹം നമ്മളിലേക്ക് ഇറങ്ങണം. എന്താണ് നമ്മൾക്ക് തടസ്സമായി നിൽക്കുന്നത്? നമ്മുടെ ജീവിതത്തിലേക്ക് എന്താണ് നമുക്ക് വിടുതലെടുക്കാൻ കഴിയാതിരിക്കുന്ന? രോഗമാണോ? നിങ്ങളുടെ കൈക്ക് പ്രശ്നമാണോ? കാലിന് പ്രശ്നമാണോ? ദൈവസ്നേഹം വന്നിറങ്ങിയാൽ ഭയങ്കര വിടുതലായിരിക്കും. നിങ്ങൾ ദൈവസ്നേഹത്തിന് കർത്താവേ എന്നെ സൗഖ്യമാക്കണം, എൻ്റെ രോഗം ഒന്ന് മാറണം, എൻ്റെ തലവേദന ഒന്ന് മാറണം, എൻ്റെ മുഴ ഒന്ന് മാറണം, എൻ്റെ പ്രയാസം മാറണം, എൻ്റെ ശാപങ്ങൾ മാറണം, എൻ്റെ പാവങ്ങൾ അഴിയണം. ആമേ ഹല്ലേലൂയ. പാവം ഒരിക്കലും, ആമേ ഹല്ലേലൂയ, മോഹം ഒരിക്കലും ഗർഭം ധരിക്കരുത്. ദൈവസ്നേഹത്തിൽ നിന്നുകൊള്ളണം. ദൈവസ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, ക്രിസ്തു എന്ന പാറമേൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ദൈവസ്നേഹത്തെ ഉയർത്തുവാൻ, ദൈവസ്നേഹത്തെ വലുതാറ്റി കാണുവാൻ, മനുഷ്യ സ്നേഹത്തെ ചെറുതാറ്റി കണ്ടുകൊണ്ട്, ഈ ലോകത്തിന്റെ സ്നേഹത്തെ ചെറുതാറ്റി കണ്ടുകൊണ്ട് യേശുവിന്റെ സ്നേഹത്തെ വലുതാറ്റി കാണുവാനോ, അതാണ് നിത്യസ്നേഹം. യേശുവിന്റെ സ്നേഹത്തെ വലുതാറ്റി കാണണം. അങ്ങനെ കണ്ടാൽ ആത്മഹത്യ നടക്കത്തില്ല, വീട് വിട്ട് പോവേണ്ടി വരത്തില്ല, നിന്നെ ഒറ്റപ്പെടുത്തത്തില്ല, നിന്നെ ആരും ഒന്നും ചെയ്യത്തില്ല. കാര്യമോ, നീ ചില പറയും ഞാൻ ഇനി വീട് വിട്ടു പോകും, എന്നെ ആ വീട്ടിൽ ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പോൾ എനിക്ക് സ്നേഹം കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മാറുന്നു. ഞാനിപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഓഫീസറിന് എന്നോട് സ്നേഹം കുറവാണ്, ഞാൻ ഇവിടെ നിന്ന് മാറുന്നു. അപ്പോൾ അതൊക്കെ മാറാൻ കാര്യം നിങ്ങൾ ഈ ലോകത്തിൻ്റെ സ്നേഹത്തിലേക്ക് നിന്നത് കൊണ്ടാണ്. യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ആ ഒരു ചിന്ത വരത്തില്ല, ആ ഒരു മനോഭാവത്തിൽ പോകത്തില്ല, നിങ്ങളുടെ ജോലി നഷ്ടപ്പെടത്തില്ല, നിങ്ങളുടെ ഉപജീവനം നഷ്ടപ്പെടത്തില്ല. ആത്മീയജീവിതത്തിലേക്ക് സ്വർഗ്ഗം നിങ്ങളെ കരം പിടിക്കും, ആത്മീയയിൽ കൊണ്ടുവരും. നടപ്പിലുണ്ടായിരിക്കണം, നടപ്പിൽ ദൈവസ്നേഹത്തെ കൊണ്ടുപോകണം. നിന്റെ നടപ്പിൽ യേശുവിനെ കൂടെ ഇരിക്കണം. ആമേ. സ്വർഗ്ഗത്തിലെ ദൈവം ഇന്ന് ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കണം, ഒരുവരെ സ്നേഹിക്കണം, ശത്രുവിനെ സ്നേഹിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കണം. നമ്മളെ ഉപദ്രവിക്കുന്ന സ്നേഹിക്കണം, നമുക്കെതിരായി നിൽക്കുന്നവരെ അവർ എന്ത് ചെയ്താലും നമ്മൾ അവരെ സ്നേഹിക്കണം. ഹല്ലേലൂയ. നിനക്ക് ദ്രോഹം ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ കൊല്ലാൻ വേണ്ടി പ്രാർത്ഥിക്കല്ലേ. പ്രതികാരം ദൈവം ചെയ്യും. നമ്മളെ ഉപദ്രവിക്കുന്നവരെ വേണ്ടി നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ അവരെ കൊല്ലാൻ പോകരുത്. ദൈവം മക്കൾക്കെതിരെ നിനക്കൊരു ആയുധവും ഫലിക്കത്തില്ല. ദൈവത്തെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഒരായുധവും ഫലിക്കത്തില്ല. ഈ വചനം മുറുകെ പിടിക്കണം. ആ ധൈര്യത്തോടെ ദൈവത്തിൻ്റെ യോഹന്നാൻ യേശുവിനോട് ചേർന്ന് കിടന്നതുപോലെ നിങ്ങൾ യേശുവിനോട് ചേർന്നിരിക്കണം. മുന്തിരി മരത്തോട് പറ്റിയിരിക്കുന്നത് പോലെ യേശുവിനോട് പറ്റിയിരിക്കണം. അല്ല എങ്കിൽ അല്പസ്നേഹം കുറയുമ്പോൾ അയ്യോ എന്നോട് സ്നേഹമില്ലെന്നാണ് തോന്നണത്, ഞാൻ അതുകൊണ്ട് ഈ പള്ളിയിൽ വരണില്ല, അടുത്ത പള്ളിയിലോട്ട് പോകുമ്പോഴാണ്. എന്താ ചിന്ത വേണ്ട. ഈ വർഷം ദൂതുണ്ട്, വയൽ മാറി പോകരുത്, വയൽ മാറി കയറരുത്. മകളെ, ഈ വയൽ വിട്ട് പോകരുത്. ദൈവം നിന്നോട് പറഞ്ഞ കാര്യം, ഈ വയലിൽ സ്നേഹത്തോടെ നിൽക്കണം, സ്നേഹത്തോടെ നീ കതിര് പറക്കണം, സ്നേഹത്തോടെ നീ എടുക്കണം. സ്നേഹത്തോടെടുത്താൽ നിന്നെ ദൈവം എടുക്കും. സ്നേഹത്തോടെ നിന്നെ ചേർത്ത് പിടിക്കും. ഈ വർഷം ദൈവം നിങ്ങളെ സ്നേഹത്തോടെ സകലത്തിലും നിങ്ങളെ കഷ്ടപ്പാടിൽ ചേർത്ത് പിടിക്കും. ദൈവമക്കളെ, കടഭാരമുള്ള സമയത്ത് ചേർത്ത് പിടിക്കും. നീ യേശുവിൻ്റെ അടുത്ത് കടഭാരമുള്ളപ്പോഴാണ് യേശുവിൻ്റെ അടുത്ത് വന്നത്. കടം തീർക്കാൻ വേണ്ടി യേശുവിനെ നീ എടുക്കരുത്. നീ രോഗിയാണ്, രോഗമുള്ളപ്പോൾ വന്നിട്ട് എൻ്റെ രോഗം മാറിയ യേശുവിനെ സ്നേഹിക്കാമെന്ന് പറയരുത്. രോഗം മാറിയിട്ട് യേശുവിനെ സ്വീകരിക്കാമെന്ന് പറയില്ല. രോഗം മാറ്റിവേ, നിൻ്റെ കടമൊന്ന് മാറ്റിവേ, നിൻ്റെ പട്ടിണി ഒന്ന് മാറ്റിവേ, നിൻ്റെ വീട്ടിലെ അവസ്ഥ ഒന്ന് മാറ്റി വെച്ചിട്ട് നിൻ്റെ ഹൃദയത്തിനകത്ത് യേശുവിനൊന്ന് താമസിക്കുവാൻ നിൻ്റെ വാതിലൊന്ന് തുറന്നു കൊടുക്കാമെങ്കിൽ നീ അനുഭവിക്കുന്ന സകല വിഷയത്തിൻ്റെ മേൽ മറുപടി വരാൻ പോകുകയാണ്. സകല വിഷയത്തിൻ്റെ മറുപടി വരാൻ പോകുകയാണ്. ആത്മാവിലൊരു ദൂത് വിളിച്ച് പറയുകയാണ്, ഈ ജനം
ഈ ജനം എൻ്റെ ജനം, നിന്റെ ജനം എൻ്റെ ജനമെന്ന് പറയത്തക്കവണ്ണം ഒരു ദൈവ പ്രവൃത്തി, ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ മേൽ വരുന്നുണ്ട്. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. നീ ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങും, നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും, നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരും. നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മാറും, രോഗങ്ങൾ മാറും, കടഭാരം മാറും, നിങ്ങളുടെ വിഷയം ഏത് നടത്തി തരും. നിങ്ങൾ എന്തൊക്കെ ചോദിക്കുമെന്ന് എല്ലാം ദൈവം തരും. കാരണം വചനം പറയുന്നു, ചോദിക്കുന്നില്ല നിനയ്ക്കുന്നില്ല അത്യുന്തരമായി തരുന്ന ദൈവം. നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, യേശുവിനെ എനിക്ക് വേണം, യേശുവിനെ എനിക്ക് പണത്തിന് വേണ്ടി ചോദിക്കരുത്, എനിക്ക് വീട് വേണമെന്ന് ചോദിക്കരുത്, എനിക്ക് നല്ല കൊച്ചുങ്ങൾ വേണം ചോദിക്കരുത്. ഒന്ന് യേശുവിനെ എനിക്ക് വേണം. എൻ്റെ ഹൃദയത്തിനകത്ത് പൂർണ്ണമായിട്ട് ആ യേശുവിനെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുവാൻ നിന്റെ ഹൃദയത്തിനകത്തൊന്ന് സ്വീകരിക്കാമെങ്കിൽ ദൈവം പൂർണ്ണമായി നിന്നെ അനുഗ്രഹിക്കപ്പെടും. നീ പറയാത്തത്, ചോദിക്കാത്തത്, നനയ്ക്കാത്തതുമായ സകലതും എൻ്റെ ദൈവത്തിനറിയാം. ഒരു മക്കൾക്ക് എന്തൊക്കെ കൊടുക്കണമെന്നും, എൻ്റെ കുഞ്ഞിന് കുഞ്ഞുടുപ്പാണിയുടെ സമയത്ത് കുഞ്ഞുടുപ്പ് കൊടുക്കും, അല്ലേ? തൊട്ടിൽ കിടക്കേണ്ട സമയത്ത് തൊട്ടിൽ കൊടുക്കും, കട്ടിൽ കിടക്കേണ്ട സമയത്ത് കട്ടിൽ കൊടുക്കും. അതാ ദൈവം. തൊട്ടിൽ കിടക്കേണ്ട സമയത്ത് തൊട്ടിൽ കൊടുക്കും, കട്ടിൽ കിടക്കേണ്ട സമയത്ത് കട്ടിൽ കൊടുക്കും. നീ ചോദിച്ചിട്ടല്ല. എൻ്റെ കുഞ്ഞിന് നീന്തേണ്ട സമയത്ത് അവൻ നീന്തി കയറും, അവൻ്റെ കൈകാല് വളരും, അവൻ്റെ ശരീരം വളരും, അവൻ ചെവരി പിടിക്കാൻ ചെവരി കൊടുക്കും, അവൻ ആവശ്യമായ സകലതും കൊടുക്കും. ദൈവ സ്നേഹത്തിൽ വാ, യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് വാ. യേശുവിൻ്റെ സ്നേഹം മറന്നു പോകരുത്. യേശുവിൻ്റെ സ്നേഹത്തെ ചെറുതായിട്ട് കാണരുത്. യേശുവിനെ പുച്ഛിച്ച് കളയരുത്. യേശുവിനെ തള്ളിക്കളയരുത്. യേശുവിനെ വേണ്ടെന്ന് ആരും പറയരുത്. യേശു എല്ലാം എല്ലാമാണ്. എൻ്റെ യേശു എല്ലാം എല്ലാമാണ്. എൻ്റെ ജീവിതത്തിൽ യേശുവിനെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും വാ കൊണ്ട് ഏറ്റു പറയുന്നവൻ രക്ഷിക്കപ്പെടും. ഇന്ന് ഹൃദയം കൊണ്ട് ഏറ്റു പറയുകയും വാ കൊണ്ട് ഏറ്റു പറയുന്നവൻ രക്ഷിക്കപ്പെടും. നിന്റെ നടപ്പിലും അത് അങ്ങനെ സംഭവിക്കട്ടെ. നിന്റെ നടപ്പിൽ യേശു ഉണ്ടാകട്ടെ. ഇനിയുള്ള നിന്റെ ജീവിതത്തെ നടപ്പിലേക്ക് ഓരോ പിച്ച വയ്ക്കുന്ന സമയത്തും ദൈവം നടത്തുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഒരു നിമിഷം കണ്ടേക്കാൻ പ്രാർത്ഥിക്കാം. നിത്യന് പരിശുദ്ധനായ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ വചനങ്ങളായി സ്തോത്രം ചെയ്യുന്നു. സ്നേഹത്തെക്കുറിച്ച് വളരെ ആഴങ്ങളിലേക്ക് ചിന്തിക്കാൻ വന്നു. ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട, ഞങ്ങൾക്ക് വേണ്ടി സകലതും സഹിച്ച യേശുവേ, നിന്റെ സ്നേഹം ഞങ്ങൾക്ക് കുറഞ്ഞു പോകരുത്. ഇന്ന് യേശുവിനെ ആരെങ്കിലും സ്വീകരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ സ്നേഹിക്കാൻ കഴിയാതെ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിലേക്ക് യേശുവിനെ കൊണ്ടുപോകുവാൻ, യേശുവിന് സ്ഥാനം കൊടുക്കുവാൻ, ദൈവം എല്ലാവർക്കും ഹൃദയങ്ങൾ തുറന്നു കൊടുക്കുവാൻ. നിങ്ങളുടെ തലമുറകൾ യേശുവിനെ സ്വീകരിച്ചിട്ടില്ല, അവർ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവന് വീട്, കാറ്, ജോലി, ഇതൊന്നും പ്രാർത്ഥിക്കില്ല. യേശുവിനെ വേണം, യേശുവിനെ കൊടു. യേശുവിനെ കൊടുക്ക്, ആദ്യം യേശുവിനെ കൊടുക്ക്. യേശു ഒന്ന് കയറി വരട്ടെ, അവ സകലതും യേശു കൊടുക്കും. നമ്മൾ യേശുവിനെ ആ ഹൃദയത്തിലേക്കൊന്ന് വരുവാൻ, സ്നേഹിക്കുവാൻ, പൂർണ്ണ ഹൃദയത്തോടെ ആ രണ്ട് കരങ്ങളും നീട്ടി യേശു വിളിച്ചതുപോലെ ആ യേശുവിലേക്ക് വിട്ടുകൊടുത്ത് ആ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ അനുഭവം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, സകല കഷ്ടങ്ങളിൽ നിന്നും, സകല രോഗങ്ങളിൽ നിന്നും, കടഭാരങ്ങളിൽ നിന്നും ദൈവം മാറ്റുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഇല്ലായ്മ നിന്നും ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. സകലവരെയും ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമാറട്ടെ. നിത്യസ്നേഹം നഷ്ടപ്പെടാതെ, ഈ സ്നേഹത്തിൽ ഉതിർന്നു പോകാതെ ഏവരെയും ബലപ്പെടുത്തട്ടെ. ആ സ്നേഹം നഷ്ടപ്പെടാതെ നിലനിർത്തുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഈ ചാനലിലൂടെ കേൾക്കുന്ന മീഡിയയിലൂടെയും മന്ന ടി വിയിലൂടെയും യൂട്യൂബിലൂടെ കേൾക്കുന്ന സകലവർ, ലോകം എല്ലാവരെയും ദൈവം സകലവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ.